എസ്തറിന്റെ പുസ്തകം 7:7 വായിക്കുന്നു. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു എന്ന് കണ്ടിട്ട് ഹാമാൻ തൻ്റെ ജീവരക്ഷയ്ക്കായി എസ്തറിനോട് അപേക്ഷിപ്പാൻ നിന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. അടിയങ്ങളോട് ദൈവാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് നിയന്ത്രിക്കണം. വന്നിരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടിവിയിലൂടെ, മീഡിയ ടുഡേയിലൂടെ, അതുപോലെ തന്നെ കർത്താവെ യൂട്യൂബ് ചാനലിലൂടെ സകലവർക്കും ഇതൊരു അനുഗ്രഹമായി തീർക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവാത്മാവ് സംസാരിക്കണം. വചനത്തിന് മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാവരെയും കർത്താവെ ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, ഉപവാസത്തിൻ്റെ വിടുതൽ കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാനലിലൂടെ പറഞ്ഞപ്പോൾ തന്നെയാണ് നമ്മുടെ മീഡിയ ടുഡേയിലൂടെ നടക്കുന്ന 9:30 മണിക്ക് രാത്രി നടക്കുന്ന ശുശ്രൂഷയ്ക്ക് നാളെ മുതൽ സമയം ചേഞ്ച് ആകുന്നു. വൈകുന്നേരം 7:30 മണിക്കാണ് ആകുന്നത്. 9:30 മണിക്കുള്ള ഇതൊരു പ്രത്യേക അറിയിപ്പായിട്ട് നിങ്ങൾ കണക്കൂട്ടുക. വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുക, മറ്റുള്ളവരോട് പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചൊന്നും ആര് കണ്ടു? ഹാമാൻ കണ്ടു. എന്നാൽ രാജാവിന് ക്രോധം വരാൻ കാര്യം എസ്തർ പറഞ്ഞു. എന്താണ് പറഞ്ഞത് അവിടെ പറഞ്ഞത്? ഇവിടെ ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. ആരുടെ? ഹാമാൻ ഞെട്ടിപ്പോയി, ഞെട്ടിമിറച്ചുപോയി. ഈ വ്യക്തി, എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി രാജാവിൻ്റെ കൂടെ വന്നു, വിരുന്ന് കഴിച്ചു. ആദ്യത്തെ വിരുന്ന് കൊടുത്തു, ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ വിരുന്നിന് വരാൻ പറഞ്ഞു, വിരുന്ന് കൊടുത്തു. രണ്ടാമത്തെ വിരുന്നിന് എസ്തർ പറഞ്ഞു ആമേൻ. അതിന് പറഞ്ഞ എസ്തർ പറഞ്ഞ വൈരിയും ശത്രുമായ, 6-ാമത്തെ വാക്യത്തിൽ വൈരിയും ശത്രുമായ ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെ മുമ്പിൽ ഭ്രമിച്ചു പോയി. അതാ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസംഗിച്ചത്, ഭ്രമിച്ചു പോയി. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. നമ്മൾ എവിടെ നിൽക്കുന്നു? ഉദ്യാനത്തിലേക്ക് പോയി. പക്ഷെ ഈ ഉദ്യാനത്തിൽ രാജാവ് പോയപ്പോൾ എന്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഹാമാൻ പോയില്ല? ഇനി രാജ്ഞിയെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇനി രാജ്ഞിയെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. രാജ്ഞി മനസ്സലിഞ്ഞാല് ജീവൻ രക്ഷിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. രാജാവിന് എന്തായാലും എന്നെ രക്ഷിക്കാൻ പറ്റൂല. രാജ്ഞി ഒന്ന് മനസ്സലിയണം. അപ്പോൾ രാജാവ് ക്രോധത്തോടെ, ദേഷ്യത്തോടെ ഉദ്യാനത്തിലേക്ക് പോയ സമയത്ത് ഇനി രാജ്ഞി ഒന്ന് സോപ്പിടാം അല്ലേ? ചിലര് സ്ത്രീകളൊന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ കൊള്ളാം, സ്ത്രീകളെ സോപ്പിടാൻ വേണ്ടി വയ്യ നിൽക്കുകയാണ്. എല്ലാവരും പോയിട്ട് ഒരു തക്കത്തിന് വേണ്ടി തക്കം പാത്തിരിക്കുകയാണ്. സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. സ്ത്രീകളോട് എന്തെങ്കിലും പറഞ്ഞ്, സ്ത്രീകളെ രാജ്ഞിയോട്, ഇനി രാജാവിൻ്റെ അടുത്തല്ല നിൽക്കുന്നത്, രാജ്ഞിയോട് ദേഷ്യഭാവത്തോടെ ഉദ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ അറിയാം നമുക്ക് ഗാർഡനിലേക്ക്, ചെടിത്തോട്ടത്തിലേക്ക് പോയ സമയത്ത് ഹാമാൻ അവിടെ തന്നെ നിന്നു. ഹാമാൻ തൻ്റെ ജീവരക്ഷയ്ക്കായി, എന്നുവെച്ചാൽ എൻ്റെ ജീവൻ പാപത്താണ്, എൻ്റെ ജീവൻ അനർത്ഥത്തിലാണ്, അപകടത്തിലാണ്. ആര് മനസ്സിലാക്കി? ഹാമാൻ മനസ്സിലാക്കി. ഇന്നലെ വരെയും രാജാവിന് ഉയർത്തി നല്ല പദവിയും സ്ഥാനമാനങ്ങൾ തന്ന് ഉയർത്തി കൊണ്ടുവന്ന് നിലവാരത്തിൽ നിർത്തിയ വ്യക്തി ഇപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നും എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നലെ വരെ ശരിയാണെന്ന് ആര് വിചാരിച്ചു? ഹാമാൻ വിചാരിച്ചു. ഹാമാൻ ഇന്നലെ വരെയും കാട്ടിക്കൂട്ടി ചെയ്തു വെച്ച മോർദെഖായിക്കെതിരായിട്ട് യഹൂദന്മാർക്ക് ചെയ്തു കൂട്ടിയ സകലത്തിന്റെ മേൽ എല്ലാം ശരിയാണെന്ന് കരുതിയെടുത്ത് ഇതാ ഒറ്റ സെക്കൻഡിൽ രാജ്ഞിയുടെ മുമ്പിൽ ഇടറി വീഴുവാനിട വന്നു. ദൈവമക്കളെ, ഇടറി വീഴാൻ കാരണം എസ്തറിന്റെ ഉപവാസമാണ്. മറക്കരുത്, നീ ഇടറി വീഴുന്ന ഒരു സമയമുണ്ട്. എസ്തറെ, നീ ഉപവസിച്ചു, നിന്റെ കുലം ഉപവസിച്ച, നിന്റെ ദേശം ഉപവസിച്ച, നിന്റെ പട്ടണം ഉപവസിച്ച, ഇടറി വീണ ഒരു ദിവസമുണ്ടെന്ന് ആത്മാവിന് വിളിച്ചു പറയുന്നു.
നിന്റെ ഉപവാസത്തിന്റെ മുമ്പിൽ ശത്രു ഭ്രമിക്കാൻ പോകുകയാണ്. മറക്കരുത്, ശത്രു ഭ്രമിക്കാൻ പോകുകയാണ്. നീ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ നിന്റെ മുമ്പിൽ ശത്രു ഭ്രമിക്കാൻ പോകുകയാണ്. നീ ഏത് വിഷയത്തിന്റെ മേൽ ഉപവസിച്ചോ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഏത് വിഷയത്തിന്റെ മേലാണോ നിങ്ങൾ ഉപവസിച്ചത്, ആ ഉപവാസത്തിന്റെ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ശത്രു പേടിക്കാൻ പോവുകയാണ്. ഇതാ ഇടറി വീഴാൻ പോവുകയാണ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് അത് സംഭവിക്കാൻ പോകുന്നുണ്ട്. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ, ഉപവസിച്ച വിഷയത്തിന്റെ മേൽ ഇതാ ശത്രു പേടിക്കാൻ പോകുന്നുണ്ട്. ഒരു ഭ്രമം പേടിക്കുന്നുണ്ട്. ഇന്നലെ വരെയും നിങ്ങൾ പേടിച്ചു, ആമേ, അല്ലെങ്കിൽ ദൈവമക്കൾ പേടിച്ചു. ഇന്നലെ വരെ ദൈവമക്കൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിന്റെ മുമ്പിൽ ശത്രു പേടിക്കാൻ പോവുകയാണ്. ശത്രു നിങ്ങളുടെ മുമ്പിൽ പേടിക്കാൻ പോവുകയാണ്. കാരണം മറക്കരുത്, നിന്റെ ഉപവാസമാണ്. ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ ആമേ ശത്രു വീഴാൻ പോവുകയാണ്. ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ ചില ചോദിക്കും, ഉപവസിക്കുന്ന എന്തിന്? ഉപവാസം എന്തിന്? ഉപവാസം തന്നെയാണ് ശത്രുവിന്റെ വീഴ്ചയ്ക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. ഉപവാസം തന്നെയാണ് ശത്രുവിന് പരാജയം കുറിക്കാൻ പോവുകയാണ്. ശത്രുവിന്റെ പരാജയത്തിന് കാരണം എസ്തറിന്റെ ഉപവാസമോ, ആമേ, മോർദെഖായിയുടെ ഉപവാസമോ, ആമേ, ശൂശാൻ ദേശത്തിന്റെ ഉപവാസമോ, പട്ടണത്തിന്റെ ഉപവാസമോ, ആമേ, ശത്രുവിന് കാലുകൾ ഇടറാൻ പോവുകയാണ്. നിങ്ങൾക്കെതിരായിട്ട് ശത്രു ബലവാനാണെങ്കിൽ ഉപവസിക്കുക. നിങ്ങൾക്കെതിരായിട്ട് വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ഉപവസിക്കുക. ദൈവമക്കളെ, നിങ്ങൾക്ക് എതിരുകളുണ്ട്, ഉപവസിക്കുക. ഇത് നിസ്സാര കാര്യമല്ല. ഉപവാസം കഴിയുമ്പോ, ചില ദിവസങ്ങൾ കഴിയുമ്പോ ദൈവത്തിന്റെ മറുപടികൾ വരുന്നുണ്ട്. ചില മറുപടികൾ വരുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞത്, ഉപവസിച്ചു കഴിഞ്ഞ വിഷയത്തിന്റെ മേൽ ചില ദിവസങ്ങൾ കഴിയുമ്പോ ചില മറുപടികൾ നിനക്ക് വേണ്ടി ദൈവം വരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ചില മറുപടികൾ. എന്നാൽ ഇവിടെ ഭ്രമിച്ചു നിൽക്കുന്ന സമയത്ത് ഹാമാൻ തന്റെ ജീവരക്ഷയ്ക്ക് എസ്തറിനോട് ഭ്രമിച്ചിട്ട് ജീവരക്ഷയ്ക്കായി എസ്തർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ നിന്നു. ആയിരുന്നു? ഹാമാൻ നിന്നു. രാജാവ് ഉദ്യാനത്തിൽ വീണ്ടും, രാജാവ് എവിടെയാണ്? ഉദ്യാനത്തിലോട്ട്. ആമേ, ജീവരക്ഷയ്ക്ക് ആര് നിൽക്കുന്നു? ഹാമാൻ നിൽക്കുന്നു. ജീവരെ അപേക്ഷിക്കുന്ന സമയത്ത് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും, ഉദ്യാനത്തിൽ ചെന്ന് വരുന്ന ചിലർ വിചാരിക്കും, ഇനി മണിക്കൂറോളം ചെന്ന് ഉദ്യാനത്തിലിരിക്കും. വേണ്ട, ഉദ്യാനത്തിലോട്ട് ദൈവം മാറ്റുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. രാജാവിനെ രാജകൊട്ടാരത്തിൽ നിന്നും വിരുന്നുശാലയിൽ നിന്നും അല്പസമയം ദൈവം പറഞ്ഞിട്ടാ. ദൈവം ഒരാളെ ഹൃദയത്തിനകത്ത് പറഞ്ഞാൽ മാത്രമേ എഴുന്നേറ്റ് പോവുള്ളൂ. അല്ലേ? ചിലർ ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല, ശ്വാസം മുട്ടിയിട്ട് എഴുന്നേറ്റ് പോകും. ചില ബുദ്ധിമുട്ട് വരുമ്പോൾ എഴുന്നേറ്റ് പോകും. ചില പ്രയാസങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് പോകും. ഇല്ല, ദൈവം പറഞ്ഞു ഒന്ന് മാറി നിൽക്കുവാൻ. അപ്പോൾ നേരെ മാറുന്നത് എവിടെയാണ്? ഉദ്യാനത്തിലോട്ട് മാറിയുന്നു. എന്നാൽ ചില സമയങ്ങൾ, മിനിറ്റുകൾ കഴിഞ്ഞ സമയത്ത് നേരെ രാജാവ് ഉദ്യാനത്തിൽ വീണ്ടും രാജാവ് വീഞ്ഞു വിരുന്നുശാലയിൽ വന്നു. എന്തുകൊണ്ട് വീഞ്ഞു വിരുന്നുശാലയിൽ വരാതെ മറ്റൊരു സ്ഥലത്ത് രാജാവ് പോയില്ല? കാരണമുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ എവിടെ വരണമെന്നും തിരിച്ചു പോയിട്ട് എവിടെ തന്നെ വരണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. തിരിച്ച് നേരെ ഉദ്യാനത്തിൽ വിട്ട് നേരെ വിരുന്നുശാലയിലോട്ട് വന്നു. ആ വരുന്ന സമയത്ത് വീണ്ടും വന്ന സമയത്ത് വന്നപ്പോ എസ്തർ വിരുന്നുശാല വിട്ട് കഴിഞ്ഞട്ടോ. എസ്തർ രാജാവ് ഉദ്യാനത്തിലോട്ട് പോയ സമയത്ത് എസ്തർ വിരുന്നുശാലയിലില്ല. എസ്തർ നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഉറങ്ങുന്ന പള്ളിയറയിലോട്ട് പോയി. ചിലർ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ ബെഡ്റൂമിലോട്ട് പോവില്ലേ? ആരെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ ചെന്ന് ബെഡ്റൂമിലോട്ട് അങ്ങ് പോകും. വേറെ എവിടെ പോവാൻ സ്ഥലമില്ല. രാജ്ഞിക്ക് പോകുവാൻ വേറെ ഒരിടത്തും സ്ഥലമില്ല. അതുകൊണ്ട് എസ്തർ രാജ്ഞി നേരെ തൻ്റെ പള്ളിയറയിൽ എന്ന് വെച്ചാൽ ഉറങ്ങുന്ന മെത്തയിൽ എന്ന് വെച്ചാൽ പള്ളി ഉറങ്ങുന്ന പ്രത്യേകിച്ച് പള്ളിയറ എന്ന് പറയാം. അവർക്ക് പ്രത്യേക റൂമുണ്ട്. രാജാവിന് വേണ്ടി പ്രത്യേകിച്ച് രാജ്ഞിക്ക് പ്രത്യേക റൂമുണ്ട്.
ആ റൂമിലേക്ക് നേരെ കടന്നുപോയി. താൻ എസ്തർ ആ റൂമിലേക്ക് കടന്നുപോയപ്പോൾ എസ്തർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടക്കുന്നത് കണ്ടു. വിരുന്ന് ശാലയിൽ വെച്ച് കണ്ട ഹാമാൻ ഇപ്പൊ രാജ്ഞി കിടക്കുന്ന പള്ളിയറയിൽ പള്ളിമെത്തയിൽ വീണ് കിടക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആമേ, പള്ളിയറ, രാജ്ഞി ഉറങ്ങുന്ന ഈ പള്ളിയറയിൽ പള്ളിമെത്തയ്ക്കകത്ത് ആമേ ആർക്കും മാത്രമേ പ്രവേശനമുള്ളൂ? രാജാവിന് മാത്രമേ പ്രവേശനമുള്ളൂ. ഭാര്യ കടന്ന് ഉറങ്ങുന്ന അല്ലെങ്കിൽ ഭർത്താവ് ഉറങ്ങുന്ന മെത്തയിൽ അല്ലെങ്കിൽ ഭാര്യ ഉറങ്ങുന്ന ബെഡ്റൂമിൽ ആ വെളിയിലും മറ്റൊരു വ്യക്തിക്ക് അതിനകത്ത് സ്ഥാനമില്ല. ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലും മറ്റൊരു ആൾ കിടക്കുന്ന, പ്രത്യേകിച്ച് രാജാവ്, രാജ്ഞി, അവര് പ്രത്യേകിച്ചുള്ള ആ റൂമിനകത്ത് അല്ലെ ബെഡ്റൂമിനകത്ത് ഒരിക്കലും അന്യമായ എത്ര കൂടെ നിന്ന വ്യക്തിയാലും മന്ത്രി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അതൊക്കെ കാര്യമുണ്ട്. എല്ലാത്തിനും നിർത്തേണ്ട അടുത്ത് ദൈവം നിർത്തിയിട്ടുണ്ട്. രാജാവായാലും ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും എല്ലാത്തിനെയും നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട്. അതിരുകൾ വിട്ടു പോകരുത്. നിൽക്കുന്നവർ പ്രത്യേകിച്ച് ഓർമ്മിക്കണം, അതിര് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ നിൽക്കാവൂ, അതിര് വിട്ടു പോകരുത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോൾ അരുതാത്ത റൂമുകളിൽ നിന്ന് നോക്കുകയും അരുതാത്തടുത്ത് എത്തി നോക്കുകയും ചെയ്യരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ ചെവി കോർത്തിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് റൂമുകൾ ചിലർ ചെന്നോടനെ നോക്കും എത്ര റൂമുണ്ട്, എത്ര ശമ്പളമുണ്ട്. ആദ്യം ചെന്ന് നമ്മുടെ സഹോദരിമാർ കണ്ടുപിടിക്കുന്നത് അവരുടെ ശമ്പളമാണ്. ഞങ്ങളുടെ ജോലി കൊണ്ട് സാർ ഇത്ര ശമ്പളമുണ്ട്. ആമേ, ഹല്ലേലൂയ. നിങ്ങളെ ശമ്പളം നോക്കാനോ അളക്കാനല്ല, നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക, അതുപോലെ അന്തസ്സായിട്ട് മടങ്ങി വരിക. അവരെ കണക്കെടുക്കുവാനോ ആ റൂമിൻ്റെ വലിപ്പം നോക്കുവാനോ അല്ല. നിങ്ങൾക്ക് പറയുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ. അതിനപ്പുറമായി നിങ്ങൾ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കിവിടെ നോക്കാം. ഹല്ലേലൂയ. ചിലതൊക്കെ വിലക്കപ്പെട്ട റൂമുകളുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും വിലക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ചില അധികാരത്തിന് നമ്മൾ എന്തെങ്കിലും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പാർസൽ വന്നിരിക്കുകയാണ്. ഒരാളുടെ കാര്യം വന്ന് പൊട്ടിക്കരുത്. ഒരാളുടെ കാര്യം വന്നാൽ ഇപ്പോൾ എൻ്റെ പേരിൽ സാധനം വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ എല്ലാം പൊട്ടിച്ചൊക്കെ നോക്കിക്കുന്നു. നോക്കിയതാണ്. അല്ലെങ്കിൽ ആർക്ക് വന്നാലും നോക്കരുത്. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ആർക്ക് വന്നാലും ഒരു വീട്ടിൽ വരെയാണ് നിൽക്കുന്നിടത്ത് വരും, അത് വാങ്ങിച്ച് അന്തസ്സായിട്ട് കൊടുക്കുക. അത് ഒരിക്കലും നമ്മൾ തുറക്കരുത്. മറ്റൊരാളെ ഒരു സാധനം അവരെ അനുവാദമില്ലാതെ ഒരു പാഴ്സൽ പോലും തുടർന്ന് വെച്ചാൽ അവരെ പേരിനുള്ളതാണ്. ദൈവമക്കളെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ അനുഗ്രഹത്തിന് എതിരാണ്. കാര്യം എന്താണ്? കാണാത്ത കാഴ്ച. രാജാവ് കാണാത്ത കാഴ്ച വിരുന്നുശാലയിൽ കണ്ട ഹാമാനിത തിരിഞ്ഞ് രാജ്ഞിയുടെ പള്ളിയറയിലേക്ക് പള്ളിമെത്തയിൽ രാജാവ് ഉദ്യാനം വിട്ട് വന്ന സമയത്ത് ഇപ്പൊ എവിടെ ഇരിക്കുന്നു? മെത്തപ്പുറത്ത് കമന്ന് കിടക്കുന്ന ഹാമാനെ കണ്ടു. കാര്യം എന്താണ്? നിന്റെ ഉപവാസം ഇതാ മെത്ത വരെ കൊണ്ട് എത്തിച്ചത് എസ്തറിന്റെ ഉപവാസം തന്നെയാണ്. ഒരു കാരണം കാണണം. ഒന്ന് കാരണം വേണം. രാജാവിന് തെളിവ് വേണം. ദേഷ്യം കൂടണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരണമെങ്കിൽ കാണാത്ത കാഴ്ച കണ്ട പെട്ടെന്ന് ദേഷ്യം വരും. എൻ്റെ ദൈവത്തിന് അറിയാം എവിടെ തുടങ്ങണമെന്നും എവിടെ പിടിക്കണമെന്നും എൻ്റെ ദൈവത്തിന് നല്ല പോലെ അറിയാം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന അപ്പുറമല്ല. നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എന്നാൽ ഈ എന്നുവെച്ചാൽ ഒരു ഒറ്റ ആത്മാർത്ഥമായി അത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പദവിയും ഉന്നത പദവിയും കൊടുത്ത് രാജാവിൻ്റെ തുല്യമാക്കി കൊണ്ടു നടന്ന ഹാമാൻ. ഹാമാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും എന്തെങ്കിലും പറഞ്ഞാൽ ഹാമാൻ ഏക്കത്തില്ല. ദൈവത്തിന് അറിയാം എവിടെ പിടിക്കണമെന്ന്, എവിടെ തുടരണമെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ പള്ളി ഉറങ്ങുന്ന പള്ളി മെത്തയ്ക്കകത്ത് രണ്ടാമത്തെ പോയി ഉദ്യാനം വിട്ട് തിരിച്ചു വന്ന സമയത്ത് രാജ്ഞിയുടെ പള്ളിമെത്തയിൽ ആര് കിടക്കുന്നുണ്ട്? കമന്നിടക്കുന്നുണ്ട്. ഹാമാനെ കണ്ടു. മെത്തമേൽ ഹാമാൻ വീണ് കിടക്കുന്നത് കണ്ടു. ഇരിക്കണ മാത്രമല്ല, വീണ് കിടന്നാ കഴിഞ്ഞാൽ തീർന്ന സംഭവം. പിന്നെ കാര്യം പറയണോ? അതിനകത്ത് ചവിട്ടാൻ പോലും അവകാശമല്ല. പക്ഷെ ഹാമാന്റെ ഉദ്ദേശം എന്തായിരുന്നു?
എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ കാല് പിടിച്ച് ഒരു മാപ്പെങ്കിലും വാങ്ങിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് ക്ഷമിക്കാൻ വേണ്ടിയാണ് ഹാമാന്റെ ഉദ്ദേശം. പക്ഷേ ദൈവം കാണിച്ചു കൊടുത്ത എങ്ങനെയാണ്? മനസ്സിരിക്കുന്ന ഒന്ന്, പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന മറ്റു രീതിയിലായിരിക്കും. കാര്യം എന്താണ്? നീ ദൈവ മക്കൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്. നീ തൻ്റെ യഹൂദന്മാർക്ക് എതിരായിട്ട് വിരോധമായി ഒരു കൽപ്പന ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന വ്യക്തി എന്താ ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്? മോർത്തയ്ക്കായി തൂക്കാൻ വേണ്ടി 50 മുഴം കഴുമരവും ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അല്ലെ, മറ്റവനെ കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടി ഒപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ മെത്തമേൽ വീണ് കിടക്കുന്ന ഹാമാനെ കണ്ടു. വീണെടുക്കുന്ന ഹാമാനെ അന്നേരം രാജാവ്, ഇവൻ എന്റെ മുമ്പാകെ അരമനെ വെച്ച് രാജ പറയാ, മനസ്സിൽ പറയുകയാണ്, രാജാവിന്റെ ഹൃദയത്തിനകത്ത് പറയുകയാണ്, എന്റെ മുമ്പാകെ അരമനെ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിന്റെ വായിൽ, മനസ്സിൽ പറഞ്ഞ കാര്യം ഈ വാക്ക് രാജാവിന്റെ വായിൽ വീണു. ഇത് ഉടനെ പറഞ്ഞു, എന്റെ മുമ്പേ രാജ്ഞിയെ കയറി പിടിക്കോ. നീ കളിച്ച് കൊട്ടാരത്തിനകത്ത് കളിച്ചോ. കൊട്ടാരത്തിന് മാത്രമല്ല, രാജ്ഞിയെ കൈവച്ചോ. എത്ര ദേഷ്യം ഇല്ലാത്തവനും ദേഷ്യം തുടങ്ങും. രാജാവെന്ന് വിറക്കുകയാണ് ദേഷ്യം കൊണ്ട്. നിന്റെ കാൽക്കൽ നിന്റെ ശത്രുവിനെ ദൈവം വീഴ്ത്തും. നിന്റെ ശത്രുവിനെ നിന്റെ കാൽക്കൽ കൊണ്ടുവരണമെങ്കിൽ ഇതിനൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ ഉപവാസം തന്നെയാണ് എസ്തറേ. നിന്റെ 3 ദിവസത്തെ ഉപവാസവും കണ്ണുനീരും നിലവിളി തന്നെയാണ് നിന്റെ മെത്ത വരെ കൊണ്ടെത്തിക്കുന്നത്. രാജാവിന് ക്രോധം പിടിക്കണോ, ദേഷ്യം വരണോ, മെത്തേരടുത്ത് കൊണ്ടുവരണം. അല്ലാതെ വിരുന്നുശാലയെ വെച്ചിട്ടപ്പോ ക്രോധം വന്നു, ദേഷ്യം വന്നു, പക്ഷെ അവിടെ തീരുന്നില്ല. വിരുന്നുശാലയിൽ വെച്ചിട്ട് സഹിക്കാൻ പറ്റാതെ ദേഷ്യവും ക്രോധം എന്ന സമയത്ത് നേരെ ഉദ്യാനത്തിലോട്ട് പോയി. എന്നാൽ രാജാവ് വീണ്ടും ക്രോധം ഒന്ന് ശമിച്ചിട്ട് എങ്ങനെയും നോക്കട്ടെ, അവിടെ ചെന്ന് കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്ന രീതി ചെന്ന് രാജാവ് വീണ്ടും ഒരു മനസ്സമാധാനം പെട്ടെന്ന് പുറത്തോട്ട് പോലെ സഹോദരന്മാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്നാ വലിയ പ്രശ്നമാവും, അവിടെ ദേഷ്യം വരുമ്പോൾ ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് തീരുമാനം എടുത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്തൊരു നടപടി എടുക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന് മനസ്സിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത്, എന്നാൽ മനസ്സിൽ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. പ്രതീക്ഷിച്ചപ്പോൾ വീട്ടിനകത്ത് തിരിച്ച് രാജകൊട്ടാരത്തിലോട്ട് തിരിച്ച് വിരുന്നുശാലയോട്ട് വരണ സമയത്ത് പ്രതീക്ഷിക്കുമ്പോഴല്ല കാര്യങ്ങൾ. രാജാവ് പ്രതീക്ഷന് അപ്പുറമായ ഒരു കാഴ്ച കാണുന്നു. തൻ്റെ കണ്ണിൽ കാണുന്ന കാഴ്ച അത് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ രാജ്ഞിയെ ബലാത്കാരം ചെയ്യത്തക്കവണ്ണം മെത്തയിൽ കമിഴ്ന്നു കിടക്കുന്നു. ഇരട്ടി കോപം ആദ്യത്തെ കാട്ടിലോ ഇരട്ടി കോപം ജ്വലിക്കുന്നു. രാജാവിന് ഇപ്പൊ ഇരട്ടി കോപമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താ ദൈവം കോപിക്കും. ദൈവം കോപിക്കും. ദൈവത്തിന് കോപമുണ്ടാകും. ഹല്ലേലൂയ. കോപം വരും. അപ്പോൾ ഇവിടെ മെത്ത വീണ് കിടക്കുന്ന ആ സമയത്ത് അന്നേ രാജാവ്, ഇവൻ എന്റെ മുമ്പാകെ അരമനെ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആ സെക്കൻഡിൽ ഈ വാക്ക് രാജാവിന്റെ വായിന്ന് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. അപ്പോൾ എന്നുവെച്ചാൽ ഒരു മുഖം മൂടിയുണ്ട്. ചിലവർക്ക് 2 മുഖം മൂടിയാണ്, കാണുമ്പോൾ ഒന്ന്, കാണാത്തപ്പോൾ ഒന്ന്. ചില മുഖം മൂടികൾ ധരിച്ചു പോകുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ. ചില മുഖം മൂടികൾ ഇന്ന് വീഴും. ഇന്ന് ചില മുഖം മൂടികൾ നിടറി വീഴാൻ പോകുകയാണ്. കാണുമ്പോൾ ഭയങ്കര സ്നേഹം, അങ്ങോട്ട് മാറുമ്പോൾ 4 കുത്ത്. ഞാൻ പണ്ടേ ഇങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ കേൾക്കൂലെന്ന്. ഇതാ ചില മുഖം മൂടികൾ, നിന്റെ ചില മുഖം മൂടികളെന്ന് വലിച്ചു കീറുകയാണ്. നിനക്കെതിരായി ശത്രു കയറ്റിവെച്ച, ദുഷ്ട പിശാച് കയറ്റിവെച്ച ചില മുഖം മൂടികളെ ഇന്ന് 2 ദൈവം വലിച്ചു കീറുന്ന പകൽക്കാലമാണ്.
കാണുമ്പോ ഒന്ന്, കാണാത്തപ്പോഴൊന്ന്. കാണുമ്പോ അത് വേണ്ട. ചില മുഖം മൂടികൾ, കള്ള മുഖം മൂടികൾ, ആമേ കപടത്തിന്റെ മുഖം മൂടികൾ, ആമേ ഹല്ലേലൂയ. പുറത്ത് ചിരിക്കണമെങ്കിലും അകത്ത് ചില വിഷമാണ് ചിലതിനൊക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ പുറത്ത് ചിരിക്കണമെങ്കിലും അകത്തെന്താണ്? ചില വിഷങ്ങളാണ്. ചിലതിനൊക്കെ തിരിച്ചറിയണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലതിനെയൊക്കെ ഇവിടെ നിൽക്കണില്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചിലത് അറിയണം. ചില അടുത്തുള്ളവരൊക്കെ തിരിച്ചറിയണം. ചില മുഖം മൂടികളുണ്ട്. എന്നുവെച്ചാൽ പുറമേ ഒന്ന്, അകമേ. ഇന്നലെ വരെ രാജാവിന്റെ കൂടെ ഇരുന്ന് തോളി കൈയിട്ട് വിരുന്നുശാലയിൽ നിന്ന് ഞം കഴിച്ചിട്ട് മറ്റൊരു ഉദ്ദേശത്തിലാണെങ്കിൽ, ആമേ ഹാമാനെ നിനക്ക് തെറ്റി, നിനക്ക് തെറ്റി. ചില മുഖം മൂടികൾ ഇന്ന് ദൈവം എടുത്ത് മാറ്റാൻ പോവുകയാണ്. എത്ര ഒളിച്ചു വെച്ചിരുന്നാലും ചില സമയം ദൈവ പ്രവൃത്തിയുടെ സമയത്ത് ചില മുഖം മൂടികൾ വീഴും. ആമേ ഹല്ലേലൂയ. എന്റെ ദൈവം വെളിപ്പെടുത്തും. വലിച്ചു കീറേണ്ട സമയത്ത് നിന്റെ മുഖം മൂടിയ വലിച്ചു കീറും. നീ ആരാണെന്നും എന്താണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും വ്യക്തമായി വെളിപ്പെടുത്തും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ചില സുഹൃത്തുക്കളോട് പറയുന്നു, ഇവർ ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടുത്തും. നിങ്ങൾക്ക് ഇപ്പം നല്ലതായിരിക്കും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് യാത് പാമ്പിന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിന്റെ കൂടെ നടന്നു. സകലത്തിന്റെ മേൽ അധികാരം ഏൽപ്പിച്ച് വിശ്വസ്തനെ എന്ന് പറഞ്ഞു. സകല പദവിയും കൊടുത്തു. മറ്റാരും ക്ഷണിക്കാതെ വിരുന്നുശാലയിൽ ഹാമാനെ മാത്രം ക്ഷണിച്ചപ്പോൾ ഉന്നത പദവിയോടെ പറഞ്ഞു, എന്നെ അല്ലാതെ മറ്റാരെയും ക്ഷണിച്ചില്ല എന്ന് സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എന്നെ മാത്രം ഒരാൾ ബഹുമാനിക്കുന്നില്ല. അത് രാജാവിന്റെ വാതിൽക്കലിരിക്കുന്ന മോർദെഖായി പറഞ്ഞു. അവിടെയും ദേഷ്യഭാവത്തോടെ മോർദെഖായിക്കെതിരായിട്ട് ഭാര്യയുടെ സൂത്രത്തിലാമേ ഇന്ന് പദ്ധതി ഒരുക്കി ഹാമാനെ കൊല്ലുവാൻ, മോർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി 50 മുഴം കരുമരം ഒരുക്കിക്കൊണ്ട് രാജാവിന്റെ അനുവാദത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആമേ രാജാവ് ഒന്ന് ഓർഡർ ഇട്ടാ മതി മോർദെഖായിയെ തൂക്കുവാൻ. അതുവരെയും പ്രതികൂലം വലുതാണ്, അതുവരെ കഷ്ടമാണ്. തൂക്കേണ്ട അനുവാദ ശത്രു ഒരുക്കുമ്പോ, നിനക്കെതിരായിട്ട് കെണി ഒരുക്കുമ്പോ നീ ധൈര്യമായിട്ട് ഇടറിപ്പോകണ്ട. നിനക്കെതിരായിട്ട് ശത്രു ആയുധങ്ങൾ ഓരോന്ന് ഒരുക്കുമ്പോൾ ഇടറിപ്പോകരുത്. ആമേ ആരെ കൊല്ലാൻ വേണ്ടി? മോർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി എല്ലാ സകലവും ഒരുക്കി വെച്ച് 50 മുഴം കഴുമരമായി ഒരുക്കി വെച്ചിട്ട് നിൽക്കുന്ന ആമേ ഹാമാന്റെ പദ്ധതികളെ ദൈവം തൊടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഉടനെ രാജാവിന്റെ വായിന്ന് വാക്ക് കേട്ട ഉടനെ തന്നെ അവർ ഹാമാന്റെ മുഖം മൂടി. അപ്പോൾ രാജാവിന്റെ മുഖം മൂടി വീണു. അപ്പോൾ രാജാവിന്റെ ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹർബോന ഉടനെ തന്നെ അടുത്തൊരു ഷണ്ഡനായ ഹർബോന രാജാവിന്റെ നന്മയ്ക്കായി സംസാരിച്ച മോർദെഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായ 50 മുഴം ഉയരമുള്ള കഴുകുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു. അടുത്ത് ഉടനെ ഒരു അറിയിപ്പ്, നീ രഹസ്യത്തിൽ ചെയ്തു കൊണ്ടുവന്ന ആമേ മോർദെഖായി, നിന്റെ രാജാവിന്റെ നന്മയ്ക്കായി ചെയ്ത മോർദെഖായാണ്. കാര്യം എന്താണ്? വാതിൽക്കാവിരുന്ന സമയത്ത് രാജാവിനെ കയ്യേറ്റം ചെയ്യുക 2 കൂടാരം ചെയ്തു. ഈ വിവരം ആരറിയിച്ചു? ഈ വിവരം എസ്തർ രാജ്ഞിയോട് പറഞ്ഞു. എസ്തർ രാജ്ഞി ഉടനെ തന്നെ രാജാവിനെ അറിയിച്ചു. ഈ 2 പേരെയും തൂക്കിക്കൊന്നു, അല്ലേ, നിഗ്രഹിച്ചു. രാജാവിനെ രക്ഷിച്ച ആമേ മോർദെഖായിയെ കൊല്ലുവാൻ, രക്ഷിച്ച വ്യക്തിയെ തന്നെ കൊല്ലുവാൻ വേണ്ടി ശത്രു കെണി ഒരുക്കുന്നുണ്ട്. നിന്നെ രക്ഷിച്ച എന്നാൽ വെറുതെ ഇരിക്കത്തില്ല. മാനുഷ്യമായ കരങ്ങള് ആമേ മിണ്ടാതിരുന്നാലും ദൈവം അടങ്ങിയിരിക്കത്തില്ല. എന്നാൽ രക്ഷിച്ച വ്യക്തിയെ തന്നെ കൊല്ലാൻ വേണ്ടി ഹാമാൻ വീട്ടില് 50 മുഴം ഉയരമുള്ള കഴുമരമായിട്ട് നിൽക്കുകയാണ് രാജാവിന് മുമ്പിൽ. ഈ കാര്യം ആര് പറഞ്ഞു? ഷണ്ഡനായ ഹർബോന രാജാവിനോട് പറഞ്ഞു.
നിന്റെ ഹൃദയത്തിനകത്തുള്ള കാര്യം ഹർബോന പറയണമെങ്കിൽ ഞാൻ പറയുകയാണ്, കഴുമരം ഉണ്ടാക്കി വെച്ചിട്ട് സുഹൃത്തുക്കൾ എല്ലായിടും പറഞ്ഞു, ഞാൻ ഇന്ന് രാജാവിന് അനുവാദം വാങ്ങിച്ചിട്ട് മോർത്തയ്ക്കായി തൂക്കിക്കൊല്ലണം, നിങ്ങൾക്ക് കാണാം. ബാ, അതിന് ഒറ്റ ഞാൻ പറയും പോലെ മാത്രമേ രാജാവ് കേൾക്കൂ. അതിൻ്റെ മനസ്സിൽ ഇരിപ്പേ തോന്നുന്നത് അത് വെറുതെയാണ്. ഞാൻ പറയണ മാത്രമേ കേൾക്കൂ, എൻ്റെ വാക്ക് മാത്രമേ കേൾക്കൂ. അത് ചില തോന്നലുകളാണ്. ഞാൻ പറയണ അപ്പുറമായിട്ട് രാജാവ് കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ സ്വർഗത്തിലെ ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനായതുകൊണ്ടും നമ്മൾ നീതിയിൽ നിന്നില്ല എങ്കിൽ അനീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം അനീതിയിലോട്ട് കൈ നിൽക്കത്തില്ല. ദൈവം നീതിമാനായതുകൊണ്ടും നീതിയിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടും നീതിക്കെതിരായിട്ട് നിന്ന വ്യക്തിയെ കൊല്ലുവാൻ വേണ്ടി നിന്ന സമയത്ത് വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കഴുകുമരത്തിന് ഒരുക്കി വെച്ചിട്ട് രാജാവിന് അനുവാദം നിൽക്കുന്ന ആ വ്യക്തിയോടൊപ്പോ ഹർബോന പറഞ്ഞു, ഇതാ രാജാവിന്റെ നന്മയ്ക്കായി ഒരുക്കി വെച്ചിരുന്ന മോർത്തയ്ക്കായെ കൊല്ലുവാൻ, മോർത്തയ്ക്കായെ ഒതുക്കുവാൻ, അല്ലെങ്കിൽ മോർത്തയ്ക്കായെ കൊല്ലുവാൻ കഴുകുമരമായിട്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഈ രാജാവിന്റെ നന്മ പറഞ്ഞു. ഉടനെ ഒന്നാമത്തെ ദേഷ്യം, രാജാവിന്റെ ദേഷ്യം ഒന്ന് രാജ്ഞിയുടെ മെത്തപ്പുറത്ത് കിടക്കണം. അതാരായാലും ഒന്ന് കടിച്ചിക്കുന്നത് എപ്പോഴും വെട്ടാൻ വേണ്ടി നിൽക്കണം രാജാവ്. ആ വെട്ടാൻ വേണ്ടി ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ അടുത്ത് പറയുകയാണ്, ഒന്ന് രാജ്ഞിയെ ബലാത്കാരമായി പിടിച്ചു, പീഡിപ്പിക്കാൻ അല്ലേ നിൽക്കുകയാണ്. പീഡിപ്പിക്കാനാണോ വന്നത്? അല്ല. പക്ഷെ രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇട്ടുകൊടുത്തു. എൻ്റെ ദൈവം പ്രവർത്തിച്ചു. രാജ്ഞി, നിന്റെ ഉപവാസമാണ്. നിന്നെ കൊല്ലാൻ നോക്കിയാൽ, നിന്റെ കുലത്തെ മുടിക്കാൻ നോക്കിയാൽ ആരെയാണോ അവനെ നിന്റെ മെത്തരടുത്ത് കൊണ്ടുവരും. നിന്നെ തകർക്കാൻ നോക്കിയതിനെ നിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവരും. നിങ്ങളുടെ കാൽക്ക് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പിൽ അവരെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവന്നേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവന്നേ പറ്റൂ. അതാ ഉപവാസം. നീ ഉപവസിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി വന്നേ പറ്റൂ. നിന്റെ കാൽക്കൽ, നിന്റെ കയ്യിൽ ദൈവം മറുപടി തരും. ഹല്ലേലൂയ. മറുപടി തരാതെ പോകുന്ന ദൈവമല്ല, മറുപടി തരുന്ന ദൈവമാണ്. എങ്ങനെയാണെന്നും എവിടെ വെച്ച് തുടങ്ങണമെന്നും എൻ്റെ ദൈവത്തിന് നല്ലപോലെ അറിയാം. രാജ്ഞി ഉപവസിച്ചത് ഈ പ്രതികൂലം മാറിപ്പോണം, ഈ കഷ്ടത ഒന്ന് മാറിപ്പോണം, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്നുള്ള ഉപവാസം ദൈവത്തിനറിയാം. ഏതു രീതിയിലാണ് ശത്രുവ് ഒരുക്കുന്നെന്നും കെണി ഒരുക്കുന്നെന്നും അവനെ തകർക്കണമെന്നും ദൈവത്തിന് നല്ലപോലെ അറിയാം. ഒന്ന് രാജാവ് ഇതാ ദേഷ്യത്തോടെ കലിതുള്ളി നിൽക്കുകയാണ്. ആർക്കാണിത് കണ്ട ദേഷ്യം വരാത്തത്? സ്വന്തം ഭാര്യയുടെ കിടക്കുന്ന ബെഡ്റൂമിനകത്ത് ഒരു അന്യ പുരുഷനെ കണ്ടാൽ ഏത് ഭർത്താവിനാണ് ദേഷ്യം വരാത്തത്? ഭർത്താവാണെങ്കിൽ ഇവിടെ രാജാവാണ്, രാജ്യം ഭരിക്കുന്ന രാജാവാണ്. രാജ്ഞിയുടെ അവകാശം രാജാവിന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കയറുവാൻ രാജാവിന് മാത്രമേ അവകാശമുള്ളൂ. അനുവാദമില്ലാത്തടത്ത് കാല് വയ്ക്കരുത്. ഹല്ലേലൂയ. അനുവാദമില്ലാത്തടത്ത് ഒരിക്കലും കാല് വയ്ക്കരുത്. കാല് വെച്ചാൽ, ചിലർ ചോദിക്കും, ഞാൻ കാല് വെച്ചാൽ എന്ത് ചെയ്യും? നിനക്ക് വരുന്നത് ചെറിയ പണിയല്ല, വലിയ പണിയതാ വന്നുകൊണ്ടിരിക്കണത്. ഒന്ന് മാപ്പപേക്ഷിക്കുവാൻ. ഹാമാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒരു, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഒരു ഉദ്ദേശവും ഇല്ല, ദുർദ്ദേശമൊന്നും ഇല്ല. രാജ്ഞിയുടെ പെണ്ണുങ്ങളെന്ന് പിടിച്ചാൽ പെട്ടെന്ന് മനസ്സലിവ്, പെണ്ണുങ്ങൾക്ക് മനസ്സലിവെന്ന്. ഇപ്പോഴത്തെ ആണുങ്ങളെക്കാട്ടിലും മനസ്സ് കെട്ടി പെണ്ണുങ്ങൾക്കെന്നാണ് ഞാൻ പറയണത്. അവർ മനസ്സിലങ്ങ് തീരുമാനം എടുത്തതിന് ഒന്നൊന്നര തന്നെയാണ്. രാജ്ഞിയുടെ അടുത്ത് പോയിട്ടും ഇനി പെണ്ണുങ്ങളെ പോയി സ്വാധീനിച്ചെന്ന് ഒപ്പിടാൻ വേണ്ടി പോകരുത്. നിങ്ങൾ വെറുതെ ആയിരിക്കും പോണത്. എല്ലാവരും ഒരുപോലെ ചെന്ന് സോപ്പിടാൻ പോയി കഴിഞ്ഞാൽ ആ സോപ്പ് ഇവിടെ അലിയൂല. ദൈവ ചില കാര്യങ്ങളെ എന്നാൽ നിന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളെ ഹർബോന മുഖാന്തരം പറഞ്ഞു. 50 മുഴ ഉയരമുള്ള കഴുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. രാജസനിൽ ബോധിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോൾ ഇനി വേറെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല.
രാജാവിന് ഇനി വേറെ ഒന്ന് തിരിഞ്ഞു നോക്കാനില്ല. ഇതാ, നീ ഒരു കഴുമരം ഉണ്ടാക്കിയിട്ടത് മറ്റൊരു വ്യക്തിക്കാണെങ്കിൽ, മോർത്തയ്ക്കാണെങ്കിൽ ഉണ്ടാക്കിയ സമയത്തും പറഞ്ഞു, ഞാൻ അവനെ കൊല്ലും, ഞാൻ മോർത്തയ്ക്കെ കൊല്ലും, 50 മുഴത്തിൽ കയറ്റും, ഞാൻ അവനെ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞു ഉണ്ടാക്കിയപ്പോ സ്വർഗം പറഞ്ഞു, ഇത് ഉണ്ടാക്കുന്നത് മറ്റൊരു വ്യക്തിക്കല്ല, നിന്റെ മരണത്തിന് തന്നെ കാരണമാകോ, നിന്റെ മരണത്തിന് തന്നെ കാരണമാകോ. നീ ഉണ്ടാക്കുമ്പോ മനസ്സിൽ പറഞ്ഞു, ഞാൻ മോർത്തയ്ക്കയെ കൊല്ലും കൊല്ലും കൊല്ലും, തൂക്കും തൂക്കും തൂക്കും. നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്, ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതാ വാളെടുത്തവൻ വാളെടുത്തവൻ. ഇന്ന് പ്രതികാരം ആര് ചെയ്യും? ദൈവം ചെയ്യും. പ്രതികാരം ദൈവത്തിനുള്ള മക്കളെ. നിങ്ങൾ ആരും പ്രതികാരം ചെയ്യണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രതികാരം ചെയ്താൽ മതി. നിങ്ങൾക്കെതിരായിട്ട് ശത്രു ബലവാനാണെങ്കിൽ ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പ്രതികരിക്കാൻ പോണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രതികരിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി യുദ്ധം ആര് ചെയ്യും? യഹോവ ചെയ്യും. ഇത് പറയുമ്പോ തന്നെ ശത്രുവിന്റെ മേൽ ചില അടികൾ വന്ന് വീഴുന്നുണ്ട്. നിനക്കെതിരായി നിൽക്കുന്ന ചില ഹാമാന്റെ മേൽ ചില വലിയ വലിയ പ്രകരങ്ങൾ വീഴുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട് ഇത് കേൾക്കുമ്പോ നിനക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആ കഴുമരത്തിലേക്ക് 50 മുഴവും ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഹാമാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് വേണ്ടി തന്നെയാണിത് ഒരുക്കണമെന്ന്. ഉണ്ടാക്കുന്ന വ്യക്തിക്ക് പലർക്കും അറിഞ്ഞുകൂടാ. മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി ചില ട്രാപ്പുകൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അവർ വിഴത്തില്ല. ട്രാപ്പുകൾ ഉണ്ടാക്കി ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആരെ ചതിക്കാൻ നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവരെ പണമോ നന്മയോ തട്ടുവാൻ നിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ ദൈവം പൊളിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും നന്മ എടുത്തിട്ട് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ, നീ എന്തെങ്കിലും നന്മ തട്ടിയെടുക്കാൻ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ ദൈവം പറയും, നിനക്കെതിരായിട്ട് സ്വർഗം കരമുയർത്തും. സ്വർഗം നിനക്ക് വേണ്ടി കരമുയർത്തുന്ന ദിവസം ഉണ്ടാവും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്. നന്മ ചെയ്യുന്നവനെ ഒതുക്കുവാൻ, അനുഗ്രഹം ചെയ്യുന്നവനെ ഒതുക്കുവാൻ ശത്രു കിണഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്ന സമയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ആത്മാവിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലർ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന്, അത് നമ്മുടെ ചില തോന്നല, ചില പൊട്ട വിശ്വാസമാണ്. ദൈവമക്കളെ, ചോദിക്കാനും പറയുവാനും, നിനക്ക് ചോദിക്കാനും പറയുവാനും ഒരു ഉടമസ്ഥനുണ്ട്. അതാ കർത്താവായ യേശു ക്രിസ്തു. ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. നിന്നെ കൊല്ലാൻ വേണ്ടി, നിന്നെ തകർക്കാൻ വേണ്ടി, നിന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി, ചിലപ്പോൾ നിന്റെ നന്മയൊക്കെ തട്ടിയെടുത്ത്, ചിലർ വീടുകൾ തട്ടിയെടുക്കുന്ന അനുഭവങ്ങളുണ്ട്, ചില വസ്തുക്കൾ തട്ടിയെടുക്കുന്ന അനുഭവമുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കുന്ന അനുഭവമുണ്ട്. ഇന്ന് ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞു, അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മോർത്തയ്ക്കയുടെ തീരുമാനം എന്താണ്? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേ കുമ്പിടത്തുള്ളൂ, ഞാൻ ദൈവത്തെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. മനുഷ്യന്റെ കൊടുക്കുന്ന ബഹുമാനം മനുഷ്യന് കൊടുക്കുക. അല്ലാതെ ഹാമാന് വലിയ പദവിയും കൊടുത്തപ്പോ ദൈവമാറ്റി എനിക്ക് കാണാൻ പറ്റത്. എല്ലാവരും ദൈവമെന്ന് ഹാമാനെ കണ്ടപ്പോൾ മോർത്തയ്ക്ക് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ലെന്ന്, എനിക്ക് ചെയ്യാൻ മനസ്സില്ല, എന്റെ ദൈവത്തിന് മാത്രമേ ഞാൻ തൊഴത്തുള്ളൂ. ഹാമാനെ, നിനക്ക് രാജാവ് പദവി കാര്യങ്ങൾ തന്നു, പക്ഷെ ഇതിനെക്കാട്ടി വലിയൊരു പദവി തന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. കുമ്പിടേണ്ടത് ദൈവത്തിന് മാത്രം. എല്ലായിടത്തും കുമ്പിടരുത്, എല്ലായിടത്തും തൊഴരുത്. ആത്മഭാരം ഉള്ളത് കൊണ്ടാണ്, തൊഴാത്തത് കൊണ്ടാണ് ഇന്ന് ഹാമാന്റെ വീട്ടിൽ ആർക്കെതിരായിട്ട് കഴുമരം ഒരുങ്ങുന്നത്? മോർത്തയ്ക്കെതിരായിട്ട്. മറക്കരുത്, നമുക്ക് എല്ലായിടത്തും തൊഴാൻ വ്യവസ്ഥയില്ല. തൊഴേണ്ടടുത്ത് മാത്രം തൊഴുക, അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക, മാത്രം അംഗീകരിക്കുക. ബഹുമാനിക്കേണ്ടത് ബഹുമാനം കൊടുക്കണം. ഏത് ഉദ്യോഗസ്ഥനെയും ബഹുമാനം കൊടുക്കേണ്ടത് വേണം. അല്ല സാറേന്നും പറഞ്ഞ് 2 കാല് കെട്ടിപ്പിടിച്ച് കരയരുത്. താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി, താൽക്കാലിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, വീട്ടിന് വേണ്ടി എൻ്റെ പൊന്ന് സാറേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയരുത്, കാല് പിടിക്കരുത്. സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക,
നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെ പ്രാപിക്കണം? ദൈവസന്നിധിയിൽ മാത്രമേ മുട്ടുകുത്താവൂ. ദൈവസന്നിധിയിൽ മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കണം. ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കണം. അമിതമായി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറന്ന് നീ വിളിക്കുമെങ്കിൽ സ്വർഗം നിന്നെ അടിക്കും. ഇവിടെ അറിയാം, ഒരു കാര്യം അറിയാം, ആത്മഭാരം ദൈവത്തെ അനുഭവിച്ചറിയുന്ന വ്യക്തിക്കറിയാം, എൻ്റെ ദൈവത്തിനെ വിട്ടുള്ള കളിയില്ല. ദൈവത്തിനെ വിട്ട് ഞാൻ മനുഷ്യനെ ആശ്രയിക്കത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്ത് തന്നെ കയറിപ്പോകും. അല്ല, എല്ലാവരെയും കാല് പിടിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, ഈ ലോകത്ത് ജീവിക്കുമ്പോ ബഹുമാനിക്കണം. നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കുക, നിങ്ങൾക്ക് ജോലി തരുന്നവരെ ബഹുമാനിക്കുക. അത് പ്രായത്തിൽ ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ബഹുമാനത്തോടെ സാറേ എന്നോ അല്ലെങ്കിൽ ടീച്ചറെ എന്നോ അല്ലെങ്കിൽ മേഡം എന്നോ വിളിക്കുവാനുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ, ചിലപ്പം പ്രായത്തിലൊക്കെ വലുതായിരിക്കാം, നിങ്ങൾ പ്രായം എല്ലാം കൊണ്ടായിരിക്കാം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് തന്നെ പോകുക. താഴേണ്ടടുത്ത് താഴ്ന്നു തന്നെ പോകണം. പക്ഷേ നമസ്കരിക്കുക, കുമ്പിടുന്നത് ഒരിക്കലും അത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം, മറ്റൊരു സ്ഥലത്താവരുത്. ആ ഒരു പ്രതികൂലം വന്നത് കൊണ്ടാണ്, ആ ഒരു ശത്രുത്വം വന്നത് കൊണ്ടാണ് ആർക്കെതിരായിട്ട് തിരിഞ്ഞത്? മോർത്തയ്ക്കെതിരായിട്ട് ഹാമാൻ തിരിഞ്ഞത്. ആ മോർത്തയ്ക്ക് പറഞ്ഞു, നിന്നെ ഞാൻ തട്ടും, ഈ ബഹുമാനവും സാധനം എല്ലാം തന്ന എനിക്ക് നീ മാത്രം അംഗീകരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിന്നെ കൊല്ലുവാൻ പദ്ധതി ഞാൻ ഒരുക്കും, എൻ്റെ കൈ കൊണ്ട് തന്നെ നിന്നെ തൂക്കുവാൻ രാജാവിന് അനുവാദം വാങ്ങിക്കുമെന്ന് അനുവാദത്തോടെ എൻ്റെ വീട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തൊരുക്കുന്നുണ്ട്? ഒരു കൊല്ലുമായിട്ട് തൂക്കുകയർ ഒരുക്കുന്നുണ്ട്. സ്വന്തം വീട്ടില് മറ്റൊരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഒരു കഴുമരം ഒരുക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആളിനെ തെറ്റി. ഇന്നലെ വരെയും ആമേ എല്ലാ മനസ്സിൽ പദ്ധതി പ്ലാനും ഉണ്ടായിരുന്നു. ഇതാ സ്വർഗം പറയുകയാണ്, നീ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനത്തെ ഇതാ ഹെർബോന പറയുന്നു, രാജാവേ, ഈ മോർത്തയ്ക്കായി നന്മയ്ക്കായി സംസാരിച്ച മോർത്തയ്ക്ക് കൊല്ലുവാൻ ഇതാ ഒരു കഴിവോറുമായി ഒരുക്കി തയ്യാറായിട്ട് ആര് നിൽക്കുന്നു? ഹാമാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കാണാത്ത കാഴ്ച ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ ക്രോധം അത്രത്തോളം കടിച്ച് കീറി ഹാമാന് പീസ് 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 പീസാക്കാനുള്ള ദേഷ്യമുണ്ട്. മെത്തേരെ പുറത്ത് കമന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോണ്ട് കുളിപ്പിച്ച് വീട്ടിനകത്ത് കിടത്തുക. വീണ്ടും വീണ്ടും മെത്തപ്പുറത്ത് കിടക്കുമെന്ന് നിങ്ങൾ ആരും പറയും, ഒരു ബെഡ്ഷീറ്റ് എടുത്തു കൊടുക്കുമോ? ആ ഹാമ കുഴപ്പമില്ല, രാജ്ഞിയുടെ പള്ളി അറിയാൻ ഒന്നുകൂടെ കിടന്നോ, ആ ബെഡ്ഷീറ്റ് എടുത്ത് പോച്ച് ഒന്നുകൂടെ ഉറങ്ങാൻ പറയുമോ? ഇല്ല, അവിടെ വെച്ച് തന്നെ ഹല്ലേലൂയ എത്ര പീസാക്കുമെന്നറിയാം, എത്ര പീസാക്കണം. ആ ദേഷ്യത്തോടെ കടിച്ച് കീറുന്ന അനുഭവത്തിലേക്ക് നിൽക്കുമ്പോ അടുത്ത സ്വർഗം പറയുന്നു, യവന് വേണ്ടിതാ ഇതാ ഇവൻ ചെയ്യുന്ന കാര്യത്തെ രഹസ്യത്തിൽ മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നത് ആരിലൂടെ വെളിപ്പെട്ടു? ഹെർബോന മുഖാന്തരം, ഒരു ഷണ്ടൻ മുഖാന്തരം വെളിപ്പെടുത്തുകയാണ് കൊല്ലാൻ വേണ്ടി. ഇത് വെളിപ്പെടുത്തി ആ സമയത്ത് പറയുന്നു, അതിന്മേൽ ഇത് ബോധിപ്പിച്ചു. അപ്പൊ പറയാ, രാജാ പറയാ, അതിൻ്റെ മേൽ തന്നെ അവനെ തൂക്കിക്കളവിൻ. നീ എന്താണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്? ആമേ, നീ ആർക്കു വേണ്ടി കൊണ്ടുവന്നോ ആ കഴുകുമരം നിനക്ക് വേണ്ടി തിരിയുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്, ആമേ, മോർത്തയ്ക്കാറ്റ് വേണ്ടി 50 മുഴം ഒരു കഴുകുമരം ഉണ്ടാക്കി വെച്ചത്, ഉണ്ടാക്കിയ വ്യക്തിയിലേക്ക് ദൈവം തിരിക്കുന്നുണ്ട്, റൂട്ട് തിരിക്കുന്നുണ്ട്, ദൈവം തിരിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രവനദനവ ശംദല ബൗഡവ രന്ദല ബൗഡ ഹസ്തല ബൗഡവ രാജപദീന. ഹല്ലേലൂയ. കരമടിച്ച് നിന്റെ ശത്രുവിനെ തൂക്കാൻ പദ്ധതിയിടുന്നു. സമയമായി നിനക്ക് എതിരായിട്ട് നിൽക്കുന്ന ശത്രുവിനെ തൂക്കുന്ന സമയമാകുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ റബനധനവരിഗമന ശംദല ബൗഡവരാചപദീനാരകനെ വൈഡവരംധല ബൗഡവരാചപദീനാരകനെ. ഹല്ലേലൂയ. നിനക്കെതിരായിട്ട് നിൽക്കുന്നവരെ തൂക്കുന്നൊരു പകൽക്കാലമാണ്. ദൈവമക്കളെ, നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവരെ ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനൽ കേൾക്കുന്ന ലോകമെമ്പാടും കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയുന്നു, നിനക്കെതിരായിട്ട് ആര് നിൽക്കുമോ അവരെ ദൈവം തൊടാൻ പോവുകയാണ്. നിന്റെ അനുഗ്രഹത്തിന് എതിരായിട്ട്, നിന്റെ ജീവനെതിരായിട്ട് വെല്ലുവിളിക്കുന്നവരെ ദൈവം ഇന്ന് കൈവയ്ക്കാൻ പോവുകയാണ്. ഇന്ന് ശത്രുവിന്റെ അധംപതനത്തിന് സമയമായി.
ശക്തിയോടെ കരം അടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്താട്ടെ. ഇത് പറയുമ്പോഴും, ഞാനിത് വിളിച്ചു പറയുമ്പോഴും വീണ്ടും വിളിച്ചു പറയുന്നു, ഇതിനെല്ലാത്തിനും കാരണം നിന്റെ ഉപവാസം തന്നെയാണ്. ഇതിനെല്ലാത്തിനും കാരണം എസ്തർ രാജ്ഞിയോട് ചോദിക്കും, രാജ്ഞിയെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ പറയും, എൻ്റെ കണ്ണുനീര് ഉപവാസവും 3 ദിവസത്തെ ഉണ്ട്. അതുകൊണ്ടാ ഞാൻ എൻ്റെ റൂമിനകത്ത് രാജകൊട്ടാരത്തിൽ ഉപവസിച്ചപ്പോ വെളിയിൽ കിടന്ന വിഷയം, വെളിയിലായിരുന്നു വിഷയം അല്ലേ? ഹാമാന്റെ തീരുമാനം എന്തെന്നാൽ വെളിയിലായിരുന്നു. യഹൂദൻ മാത്രം എല്ലാവരെയും കൊന്നുമുടിക്കുക. എൻ്റെ പ്രശ്നം അകത്തായിരുന്നില്ല, വെളിയിലായിരുന്നു. ഞാൻ അകത്തിരുന്ന് ഉപവസിച്ചു. അങ്ങനെയാണെങ്കിൽ ആലയത്തിന് അകത്തിരുന്ന് ഉപവസിക്കുമ്പോൾ നിന്റെ പ്രശ്നം വെളിയില്ല, പുറത്താണ്. ആലയത്തിന് അകത്തിരുന്നപ്പോൾ രാജകൊട്ടാരത്തിനകത്ത് രാജ്ഞിയുണ്ട്, അകത്ത് ഉപവസിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് ആലയത്തിന് അകത്തിരുന്ന് ഉപവസിക്കുമ്പോ നിന്റെ പ്രശ്നം അകത്താണോ പുറത്താണോ? പുറത്താണ്. പുറത്തുള്ള വിഷയത്തിന്റെ മേൽ അകത്തിരുന്ന് ഉപവസിച്ചപ്പോൾ ഇന്ന് പറയണം, ഞാൻ ഉപവസിച്ച വിഷയം പുറത്തായിരുന്നു. ആ പുറത്തായ വിഷയം എന്റെ കട്ടിലിന്റെ മെത്തമേൽ കൊണ്ട് കിടത്തി. ദൈവം കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊട്. ഞാൻ ഉപവസിച്ചത് പുറത്തുള്ള വിഷയം എന്റെ കുലത്തിലുള്ളതാ. രാജ്ഞിക്കല്ല ദോഷമായിട്ട് വന്നത്, രാജ്ഞിയുടെ കുലത്തിനാ ദോഷമായി വന്നത്. പുറത്താ. രാജ്ഞി സുരക്ഷിതമാണ്, രാജ്ഞിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ വംശത്തിന് വരുന്ന നാശത്തെ ഞാൻ എങ്ങനെ സഹിക്കും? അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേശത്തിന് വേണ്ടി ഉപവസിക്കണം, നമ്മളെ കേരളത്തിന് വേണ്ടി ഉപവസിക്കണം, നമ്മളെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവ മക്കള്, രാജ്യം നശിച്ചു പോകാതെ, ഈ ദേശം പട്ടണം നശിച്ചു പോകാതിരിക്കുവാൻ നമ്മൾ ഉപവസിക്കണം. ഹല്ലേലൂയ. വീണ്ടും രാജ്ഞി പറയുക, ഞാൻ ഉപവസിച്ച വിഷയം ഇന്ന് എൻ്റെ മെത്തമേടെ മേൽ കൊണ്ട് കിടത്തിയ ദൈവം എൻ്റെ ദൈവം. ഞാൻ സേവിക്കുന്ന ജീവനുള്ള ദൈവം ഇന്ന് എൻ്റെ മെത്തമേൽ കൊണ്ട് കിടത്തി തന്നിരിക്കുന്ന ഹാമാനെ കാണിച്ചു തന്നു കൊടുത്ത രാജാവിനെ ഓർത്ത്, രാജാവിന് കാണിച്ചു കൊടുത്ത എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെയാണ്. എൻ്റെ ദൈവം പകരം വിട്ടുവന്നിട്ടാ പകരം വീട്ടും. പ്രതികാരം ആര് ചെയ്യും? ദൈവം ചെയ്യും, ദൈവ മക്കളല്ല. പ്രതികാരം നമുക്ക് പ്രാർത്ഥിച്ച് പ്രതികാരം ചെയ്താൽ മതി, ഉപവസിച്ച് പ്രതികാരം ചെയ്താൽ മതി. അല്ല അടിക്കാനോ പിടിക്കാനോ തട്ടാനോ കുത്താനോ പോണ്ട. പ്രാർത്ഥിക്കുന്നവനെ എതിരായിട്ട് പറഞ്ഞാൽ, കർത്താവിനെ പറഞ്ഞു, ഒരു ചെകിടത്ത് അടിച്ചാൽ ഒരു ചെകിട് കാണിച്ചു കൊടുക്കും. ഇന്ന് ചോദിച്ചാൽ തിരിച്ചടിക്കുമെന്നിട്ട് അടിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയും, എൻ്റെ ഒരു കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ മറുസൈഡ് ഞാൻ കാണിച്ചു തരും. പക്ഷേ എന്നെ അടിക്കുന്നത് എൻ്റെ യേശുവിനെ നീ അടിക്കുന്നത്. ആത്മഭാരം നമുക്ക് വേണം. അതാ പല വാക്കുകളും വിളിച്ച് അനാശയമൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് പോകും. ദൈവമക്കൾക്കെതിരായിട്ട് അനാശയങ്ങൾ പറയുമ്പോൾ നമ്മളങ്ങ് പോകും. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു യേശു ഉണ്ട്, കേൾക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. എൻ്റെ ദൈവം സമയമാകുമ്പോ, ദൈവത്തിന്റെ സമയമാകുമ്പോ ദൈവം അതിൻ്റെ മേൽ നടപടി എടുത്തിരിക്കും. അതുകൊണ്ടാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാൻ പോണ്ട. ദൈവ പൈതല്, ഇന്ന് നിനക്കെതിരായിട്ട് ഒരു കഷ്ടത വന്നാൽ, ഒരു പ്രതികൂലം വന്നാൽ, ഒരു വേദന വന്നാൽ നീ കരയണ്ട. നീ പറ, എനിക്കൊരു യേശു ഉണ്ട്, ഒരു ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്, എൻ്റെ ജീവന് വെല്ലുവിളിയാണ്. ശത്രു വെല്ലുവിളിക്കുമ്പോഴും നീ ആത്മഹത്യക്ക് വേണ്ടി പോണ്ട. നീ ഒരു പ്രയാസത്തെ നടുവിലാകുമ്പോ നാട് വിട്ട് പോണ്ട. ഹല്ലേലൂയ. നീ ഉറച്ചു നിൽക്കുമെങ്കിൽ, നിന്റെ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാല് ഉറച്ചിരിക്കണം. നിന്റെ പ്രശ്നത്തിന്റെ മേൽ കാല് ഉറച്ചിരിക്കണം. അനുഭവിക്കുന്ന വിഷയത്തിന്റെ മേൽ നീ കാല് ഉറച്ചു നിൽക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷന്റെ മേൽ കാല് ഉറച്ചു നിൽക്കണം. നമ്മുടെ കാലുകൾക്ക് ഉറപ്പുണ്ടാകണം. കാലുകൾക്ക് ഉറപ്പുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ടാകണം. അകത്തൊരു ഉറപ്പുള്ളവനെ പറ്റത്തോളം നിൽക്കുവാൻ. നമ്മുടെ മനസ്സ് ഉറപ്പുണ്ടെങ്കിൽ കൈകാലൊന്നും ആടിപ്പോകത്തില്ല. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ കൈകാൽ ആടിപ്പോകത്തില്ല. ചിലപ്പോൾ മനസ്സ് ഉറപ്പില്ലെങ്കിൽ ശരീരം ഇങ്ങനെ നിൽക്കും, കണ്ണൊക്കെ വല്ലാതെ പോകും, ശരീരം തളരും പോലെ തോന്നും. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറയാ, നിന്റെ ഹൃദയത്തിനകത്ത് ആരുണ്ടാവണം? കർത്താവ് ഉണ്ടാകണം. കർത്താവ് ഉണ്ടെങ്കിൽ നിനക്കറിയാം, ഞാൻ മിണ്ടാതിരുന്ന് ഇവിടെ മിണ്ടാതില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ ഹർബോന പറയുക,
ആമേ രാജാവേ, ഇതാ നന്മയ്ക്കായിട്ട് സംസാരിച്ച മൊർദെഖായിയെ കൊല്ലുവാൻ 50 മുഴം കഴുകുമരമായി നിൽക്കുന്ന ഹാമാൻ. അപ്പൊ ഹാമാന്റെ അവസ്ഥ ഇപ്പൊ എന്തോന്നാ? 2 അനുഭവമാണ് കിടക്കുന്നത്. ഒന്ന്, രാജ്ഞിയുടെ മെത്തമേൽ കിടന്നു. മനസ്സിലാൻ വേണ്ടി പറയാ, ആ തീ തലയെ കിടക്കുമ്പോഴാണ് അടുത്ത് പറയുന്നു രാജാവിന്റെ നന്മയ്ക്ക് സംസാരിച്ച മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി കഴുമരമാരി നിൽക്കുന്നു. 2 ഒരുമിച്ച്. കൊള്ളാം, ബെസ്റ്റ്. പ്രശ്നം വരുമ്പോ, ചിലരുടെ കഷ്ടത വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് 2 സൈഡിൽ കൂടെ ആയിരിക്കും. ആമേ കഷ്ടം മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി പോകുമ്പോ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും കുടിച്ച വെള്ളം, നമ്മളെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാല്ലേ, നാടൻ ഭാഷയിൽ പറയാം, കുടിച്ച വെള്ളത്തിൽ ഞാൻ വിചാരിച്ചില്ല ബ്രദറെ, എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടത വരുമെന്ന്. കുടിച്ച വെള്ളത്തിൽ കുടിക്കാൻ പോകുന്ന നിശ്ചയിക്കണം. ആർക്കിട്ടാണ് താങ്ങണമെന്ന് മനസ്സിലാക്കണം, ആർക്കിട്ടാണ് കുത്തണമെന്ന് ആദ്യമേ മനസ്സിലാക്കി പോയാൽ, അല്ലെങ്കിൽ ചില വാളുകൾ വരുന്നുണ്ട്, ചില വാളുകൾ വരുന്നുണ്ട്. ആമേ, ചില വാളുകൾ വരുന്നുണ്ട്. എന്നാൽ നീ എന്താണോ ഒരുക്കി വെച്ചത്, നീ ആരെയാണോ കൊല്ലാൻ വേണ്ടി ഒരുക്കി വെച്ചത്, ആ കഴുമരം നിനക്ക് വേണ്ടി ഇതാ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരെ വേണ്ടി കൊല്ലാൻ വേണ്ടി ഒരുക്കി വെച്ചോ, ആ ഒരുക്കി വെച്ചത് മറ്റൊരു വ്യക്തിക്കല്ല, നീ ഒരുക്കി വെച്ച നിനക്ക് തന്നെയാണ്. മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടാൽ ചതിയിൽ വീണ നീയായിരിക്കും. മറ്റൊരെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടാൽ അവർക്കൊന്നും സംഭവിക്കത്തില്ല. ചിലപ്പോൾ അതിനെ നിഴലുമ്പോൾ എൻ്റെ ചിലപ്പോൾ ലാഞ്ചനയൊക്കെ വരും, ഒരു കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരുമല്ലോ, പ്രയാസങ്ങൾ വരുമല്ലോ. പക്ഷേ തകർന്നു വീഴുന്നത് ആ വ്യക്തി ആയിരിക്കത്തില്ല. ആരാണോ ദോഷം ചെയ്യുന്നത് ആ വ്യക്തിക്കായിരിക്കും. ദൈവ മക്കൾക്കെതിരായിട്ട് ആര് ദോഷം ചെയ്യുമോ അവർക്കെതിരായിരിക്കും ആ കഷ്ടത വരാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ പറ, ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി ഞാൻ അടുത്തിരിക്കുന്ന വ്യക്തികളുടെ അയൽവാസിക്കെതിരായിട്ട് ഞാൻ ഒന്നും പ്രവർത്തിക്കില്ല. നിങ്ങളെ എന്തൊക്കെ ചെയ്താലും, ഏതെല്ലാം രീതിയിൽ ഉപദ്രവിച്ചാലും, അയൽവക്കക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, നിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കാം. എന്ത് ചെയ്താലും നീ പ്രാർത്ഥന സ്തോത്രത്തോടെ ഇരുന്ന, ഉപവാസത്തോടെ ഇരുന്നാൽ മതി. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദിവസം വരും, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസം വരും. നിന്നെ ഒതുക്കുവാൻ ഈ ലോകത്തിലെ ദൈവത്തിന് അല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല. ഞാൻ ആത്മാവിലിരുന്ന് പറഞ്ഞ കാര്യം, ഇന്ന് ഒരു വ്യക്തിയെ ഒതുക്കണമെങ്കിൽ സ്വർഗം വിചാരിക്കണം. ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക്, മനുഷ്യർക്കോ ഒതുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ ലോകവും സകലതും ദൈവത്തിന്റെ വകയാണ്. ഈ ലോകവും സകലതും ദൈവത്തിന്റെ വകയായതുകൊണ്ടും ദൈവം മാത്രമേ അതിന്മേൽ പ്രവർത്തിക്കാൻ പറ്റൂ. മനുഷ്യർക്കൊക്കെ വേണമെങ്കിൽ പറയാം, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, കാണിച്ചു തരാം, ഇപ്പൊ ചെയ്യും, അപ്പോഴും ചെയ്യുന്ന വാ കൊണ്ട് പലതും പറയും. ഇന്ന് പറയുന്നിടത്തല്ല എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നിടത്ത കാര്യം. മനുഷ്യൻ പറയും, ദൈവം ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യൻ പറയും, ദൈവം ചെയ്യും. ഹാമാൻ പറഞ്ഞു, ഹാമാൻ പറഞ്ഞു, മൊർദെഖായിയെ ഇന്ന് ഞാൻ തൂക്കും. രാജാവിന്റെ അനുവാദം കിട്ടിയ ഉടനെ ഞാനിന്ന് തൂക്കും. തൂക്കി അളന്നു വെക്കണല്ല, കൊല്ലും, തൂക്കിക്കൊല്ലും എന്ന തീരുമാനത്തോടെ വന്ന സമയത്ത് പറയുന്ന നാവിനകത്ത് തന്നെ ദൈവപ്രവൃത്തി വ്യാപരിച്ചു. അതാണ് ചില നാക്കെടുത്ത് ആവശ്യമില്ലാതെ വളയ്ക്കരുത്. ചില നാക്കെടുത്ത് ആവശ്യമില്ലാത്ത വളച്ചാൽ വളയുന്ന നാവിനെ തന്നെ ദൈവം തൂക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു ജാഗ്രത, ശ്രദ്ധയോടെ കേൾക്കണം. ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് എടുത്തിട്ട് വളച്ചാൽ, ചിലരെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ അവരല്ല മുടിയണത്, പറയുന്ന വ്യക്തിയായിരിക്കും മുടിയണത്. ചിലരെല്ലാവരുടെ വായിലും എടുക്കാൻ പറ്റിയൊരു വാക്കാണ് ഇവൻ മുടിഞ്ഞു പോട്ടെ, അല്ലെ എവള് മുടിഞ്ഞു പോട്ടെ, അല്ലെ അവിടെ നശിച്ചു പോട്ടെ എന്ന് പറയുമ്പോ കേൾക്കുന്ന വ്യക്തി അല്ല, പറയുന്ന വ്യക്തിയായിരിക്കും സംഭവം. കാര്യം ബൈബിൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെ മറ്റുള്ളവരെ മുടിക്കുവാൻ വേണ്ടി, അല്ലെ മറ്റൊരു വ്യക്തിയെ തകർക്കുവാൻ വേണ്ടി വീട്ടില് കൊലമരവും ഒരുക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന ആമേ വ്യക്തിയോട് ആമേ ഇത് അറിഞ്ഞപ്പോ രാജാവ്, അഹശ്വേരോശ് രാജാവ് ആമേ ഇത് അറിഞ്ഞപ്പോ പറഞ്ഞു, ഈ 50 മുഴ കഴുമരത്തിന് ഹാമാനെ തൂക്കുവാൻ ഇതാ രാജാവ് ഓർഡർ ഇടുന്നു. തൂക്കിക്കൊല്ലുന്ന
അന്നത്തെ കാലങ്ങളിൽ തൂക്കുമരമുണ്ട്. ഇന്ന് ഹല്ലേലൂയ ശിക്ഷ എന്ന് പറയണത് തൂക്കിക്കൊല്ലുക. നീ 50 മുഴം ഉണ്ടാക്കിയിട്ടുണ്ട്, 50 മുഴം ഉയരത്തിലും ആരാ കയറാൻ പോകുന്നത്? ഉണ്ടാക്കിയ വ്യക്തി തന്നെ ആ കഴുമരത്തിലേക്ക് കയറ്റിവിടുന്ന ദൈവത്തിന് കരമടിച്ച് നിന്റെ ശത്രുവിനെ തൂക്കുന്ന ദിവസമാണ്. ദൈവ പൈതലേ, നിനക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ തൂക്കുന്ന ഒരു പകൽക്കാലമാണ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് നിനക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രുവിനെ തൂക്കുന്ന ഒരു പകൽക്കാലമാണെന്ന് വിളിച്ചു പറയുകയാണ്. കരമടിച്ച് ശക്തിയോട് ആ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ആ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ശത്രുവിന്റെ മേൽ ശത്രുവിനെ തൂക്കുന്ന ഒരു പകൽക്കാലം. ശത്രുവിനെ ഇന്ന് തൂക്കും, നിനക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ തൂക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന് ഇഷ്ടം, ദൈവഹിതം, ദൈവ മക്കൾക്കെതിരായിട്ട് നിൽക്കുന്നവരെ ദൈവം തൂക്കും. ഹല്ലേലൂയ. ആരെയാണോ തകർക്കാൻ വന്നത്, ആരെയാണോ ഏത് രീതിയിൽ കൊല്ലാൻ നോക്കിയാൽ ആ വ്യക്തി ആ ഒരുക്കുന്ന വ്യക്തിയിലൂടെ ആയിരിക്കും. ആരെയാണോ പറ്റിക്കാൻ നോക്കിയാൽ, ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ പറ്റിച്ചാൽ മറ്റൊരു വ്യക്തി ഹല്ലേലൂയ ദൈവം അതേ പാത്രം തന്നെ ദൈവം വിളമ്പിത്തരും. ആരെയും പറ്റിക്കരുത്. പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാന്യ മര്യാദയിട്ട് കൊടു, കയറ്റി ഇറക്കരുത്. അന്തസ്സായിട്ട് കൊടു. ഹല്ലേലൂയ. പണം കരുത്. പറയുന്ന ഡേറ്റിന് 2 ദിവസം മുമ്പേ കൊടുക്കണം. ഇനി വാങ്ങിച്ചിട്ട് തിരിയരുത്. എല്ലാ അനുഗ്രഹം വാങ്ങിച്ചിട്ട് തിരിയരുത്. എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ ദൈവം പറയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. തൂക്കിക്കളഞ്ഞു. നോക്കിക്കോളാം 10-ാമത്തെ വാക്യത്തിൽ, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മോർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. പറഞ്ഞ വാക്ക് കേട്ടാ പിന്നെ വെച്ചുകൊണ്ടിരിപ്പില്ല. രാജാവ് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നാളെ ആവട്ടോ, മറ്റന്നാവട്ടെ, അടുത്ത മാസമൊന്നുമില്ല. രാജാവ് ഒരു ഓർഡർ ഇട്ടതാണ്. അങ്ങനെയാണ് സ്വർഗത്തിന്റെ ഓർഡർ അവിടെ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ മേൽ വരുന്ന ഓർഡർ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഓർഡറാണ്. കഴുമരത്തിനെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു. രാജാവിന്റെ ദേഷ്യം ശമിക്കണമെങ്കിൽ നിന്റെ ദൈവ മക്കൾക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ തൂക്കിക്കൊന്നാൽ മാത്രമേ ക്രോധം ശമിക്കത്തുള്ളെങ്കിൽ സ്വർഗത്തിന് എന്തുമാത്രം ദേഷ്യമുണ്ടായിരിക്കും. ദൈവ പൈതലെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ, നിന്നെ തകർക്കുന്നവരെ, അവരെ ഒതുക്കാതെ എൻ്റെ ദൈവത്തിന് ഒരു സമാധാനം കാണത്തില്ല. അല്ലേ? ഓർഡർ അഹശ്വേരോശ് രാജാവ് ഇട്ട സമയത്ത് ഹാമാനെ തൂക്കിക്കളഞ്ഞു. ആ കൊന്നെന്ന് ഉറപ്പ് വന്ന ശേഷമാണ് രാജാവിന് ക്രോധം എന്ന് വെച്ചാൽ ദേഷ്യം ശമിച്ചത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങ് കണ്ടുകൂടാ. അല്ലേ? ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ എന്ത് വരും? തീപ്പൊരി തെറിക്കും, കണ്ണൊക്കെ ചുമക്കും. ഹല്ലേലൂയ. എന്നാൽ രാജാവിന് ഇവിടെ ഹാമാനെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ 1 എസ്തറിന്റെ 8:1 പറഞ്ഞു, അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. നിന്റെ ഉപവാസത്തിന്റെ ഫലമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഉപവസിച്ചെന്തിനാ? വീട്ടിന് വേണ്ടിയാണോ ഉപവസിച്ചത്? എസ്തർ രാജ്ഞി ഉപവസിച്ച വീട്ടിന് വേണ്ടിയാണോ? അല്ല, ഞങ്ങൾക്കെതിരായിരുന്ന അനർത്ഥം മാറിപ്പോകുവാൻ, ഞങ്ങളുടെ കുലത്തിൽ വരുന്ന അനർത്ഥം മാറിപ്പോകുവാൻ. എത്ര ദിവസം ഉപവസിച്ചു? 3 ദിവസം. മറക്കരുത്. ഹല്ലേലൂയ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവാണ്. യഹൂദന്മാരുടെ ശത്രു ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാമാനാണ്. നിന്റെ ശത്രു അടുത്തിരിക്കുന്ന വ്യക്തിയല്ല. ഹല്ലേലൂയ. നിന്റെ ശത്രു അടുത്തിരിക്കുന്നതല്ല. നിന്റെ ശത്രു ദുഷ്ടപിശാചാണ്. ഇന്ന് വ്യക്തികളല്ല. നിന്റെ ശത്രു ആരാ? ദുഷ്ടപിശാചാണ്. അതാണ് ശത്രു. അല്ല ഇത് കേട്ടും കൊണ്ട് അടുത്തുള്ള വീട്ടിൽ ചെന്ന് ചാടിച്ചെന്ന് വിടരുത്. ഇപ്പൊ തരാം പാസ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി പോകരുത്. വെട്ടും കൊണ്ട് നേരെ വരും. ഹല്ലേലൂയ. നിന്റെ ശത്രു എന്ന് പറയുന്നത് ഈ ദുഷ്ടത്തിന് അധിപതിയാണ്, ദുഷ്ടപിശാചാണ്. എന്നാൽ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. എസ്തർ രാജ്ഞി ചോദിച്ചില്ല, അതിനുവേണ്ടി ഉപവസിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, നീ ഉപവസിച്ച ചില വിഷയത്തിന് ഇത് മാത്രമല്ല, ചില വിഷയം കൂടെ മറുപടി വരുന്നുണ്ട്. അതാ ചോദിക്കുന്നതിൽ നിനയ്ക്കുന്നതിൽ അത്യന്തരമായി തരുന്ന ദൈവം.
നിന്റെ ശത്രുവിനെ നിഗ്രഹിക്കുന്നത് മാത്രമല്ല, ശത്രുവിന്റെ വീട് വരെ നിനക്ക് വേണ്ടി എഴുതരും. അതാ ദൈവം. എന്ത് പറയുന്നു ലാലു? ഇത് കേട്ടപ്പോ സന്തോഷമുണ്ടോ? ശത്രുവിന്റെ വീട് ഹല്ലേലൂയ ഉപവസിച്ചെന്താ? എന്റെ പ്രതികൂല കഷ്ടത മാറിപ്പോണം, ഞങ്ങളുടെ കുലത്തിൽ വൻ അനർത്ഥം മാറിപ്പോണം. പക്ഷെ ദൈവം കണ്ടത് എന്താ? ദൈവം കണ്ട എന്താ? ആമേ ഹല്ലേലൂയ. ഉപവസിച്ച വിഷയത്തിനല്ല മറുപടി, അതിനും മറുപടി ഉണ്ട്, അപ്പുറമായ വിഷയത്തിന് മറുപടി ഉണ്ട്. നിങ്ങൾ ഒരു വിഷയം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, നിങ്ങൾ ഒരു വിഷയം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ ദൈവം കേൾക്കുന്ന ഒന്നല്ല, 1000 വിഷയങ്ങൾക്ക് ആ മറുപടി. അപ്പോൾ വിഷയം ഒന്ന്, പക്ഷെ ഉത്തരങ്ങൾ ഒരുപാടാണ്, ഉത്തരങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ടാ പറഞ്ഞത്, യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായി തന്നോടുള്ള, നോക്കിക്കോ, വീട് എസ്തർ രാജ്ഞി കൊടുത്തിട്ട്, മൊർദെഖായിയുടെ വീടെന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുടിലൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. ചിലർ പറയും രാജാവിൻ്റെ അടുത്ത് മന്ത്രിസ്ഥാനം അത്രത്തോളം പദവിയിലിരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ രാജ കൊട്ടാരമായിരിക്കും അല്ലേ? അല്ല, നിങ്ങൾ സാധാരണ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീട്, നിങ്ങൾ കാണുമ്പോൾ അരമുറിയും മുക്കാമുറിയുള്ള വീടൊന്നും അല്ല. അവിടെ രാജാവിൻ്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തി അതേ പദവിയിലെ വീടായിരിക്കും, ചിലപ്പോൾ രാജ കൊട്ടാരം തന്നെ ആയിരിക്കും. ആ മനസ്സിൽ വേണം. അല്ല, വീടെന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് വീട് നിങ്ങൾ കണ്ട് അതിനെ കളയരുത്. ചെറിയൊരു വീട് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല, അതിനെ വലുതായിട്ട് കാണണം. ദൈവം തരുന്ന അനുഗ്രഹത്തെ നിങ്ങൾ വലുതായിട്ട് കാണണം. ആമേ. ഹാമാൻ താമസിച്ച ഹാമാന്റെ വീടിനെ എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. അടുത്ത് മൊർദെഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നെന്ന് എസ്തർ അറിയിച്ചത് കൊണ്ട്, ബന്ധുവാണ് അറിയിച്ചുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശനം പ്രാപിച്ചു. എന്നാൽ ഇന്നലെ വരെയും ആമേ മൊർദെഖായി വാതിൽ കാവൽക്കാരനായിരുന്ന സമയത്ത് ഇതാ ഇന്ന് ആമേ രാജ്ഞിയുടെ ബന്ധുവാണ്, വളത്തപ്പനാണ്, ചിറ്റപ്പനാണ്. ഇതറിഞ്ഞപ്പോൾ ആമേ പുറത്ത് കിടന്ന വ്യക്തി അകത്തേക്കൊരു പ്രവേശനം. നീ ഇന്നലെ വരെ പുറത്താണെങ്കിൽ നിന്നെ അകത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലെ വരെ നീ പുറത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടെ ആണെങ്കിൽ ഞാൻ വിളിച്ചു പറയും, നാളെ നീ അകത്ത് വരും. നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കും. നിനക്ക് ഉപവസിക്കാൻ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കും. നീ ഇന്നലെ വരെ പുറത്ത് പ്രാർത്ഥന ഉപവാസം, അല്ലെങ്കിൽ ദൈവ സമയമാകുമ്പോൾ നിങ്ങൾ അകത്ത് കയറ്റിയിരിക്കും. ഒരു പ്രവേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഒരു അനുഗ്രഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ദൈവ കരം പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നും ഒരു കഷ്ടതയായിരിക്കത്തില്ല, എന്നും പുറത്തൊരു സെക്യൂരിറ്റി ജോലി ആയിരിക്കത്തില്ല, എന്നും പുറത്ത് കാവൽക്കാരനായിരിക്കത്തില്ല. ഇന്ന് നിങ്ങൾ പറയും, അയ്യോ ഇന്ന് ഞാൻ മോശമായി വേറെ പുറത്ത് കാവൽക്കാരന്റെ പദവി മാറാൻ പോവുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സാധാരണമായി വാതിലിന്റെ കാവൽക്കാരനായി ഇരിക്കുന്ന വ്യക്തിയോട് ദൈവം സമയമാകുമ്പോൾ എങ്ങനെ പ്രാർത്ഥനയിലും നീ ദൈവത്തോട് പ്രാർത്ഥനയോടും മനുഷ്യനെ നമസ്കരിക്കാത്തത് കൊണ്ടാണ് ദൈവം കയറ്റിയത് അല്ലേ? മൊർദെഖായിയെ കുമ്പിട്ടില്ല, നമസ്കരിച്ചില്ല, അതുകൊണ്ടാ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് അകത്തൊരു പ്രവേശനം കിട്ടിയത്. അല്ല, ചുമ്മാ പ്രവേശനം കിട്ടിയല്ല. മൊർദെഖായിയെ കണ്ട് 2 കാലും പിടിച്ച് തൊഴുതില്ല, എല്ലാവരും തൊഴുതു. അവരാരെ പേരും ബൈബിളിനകത്തില്ല, തൊഴുതവന്മാരും ഇതിനകത്തില്ല. പക്ഷെ തൊഴാതെ നിന്ന് ദൈവത്തിൽ മാത്രം ഉറച്ചു നിന്നവന് മാത്രമേ ഉള്ളൂ പ്രവേശനം. അത് കർത്താവായ യേശുവിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ പ്രവേശനം സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് ഈ വചനം വിളിച്ചു പറയുമ്പോൾ കർത്താവിന്റെ വരവില് ദൈവത്തിൽ ഉറച്ചു നിന്ന് ഏക ദൈവം സത്യദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിൽ ഏക ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളത് ആത്മാവിനെ വിളിച്ചു പറയാം. പ്രവേശനം എല്ലാവർക്കും പ്രവേശനം കിട്ടത്തില്ല. എല്ലായിടത്തും വിളിച്ച് കാണുന്നിടത്തും പോകുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നാൽ നിന്റെ പ്രവേശനം അകത്തായിരില്ല, പുറത്തായിരിക്കും. ജീവിതകാലം മുഴുവല്ല, അവസാനം വരെയും പുറത്തായിരിക്കും. അത് നരകത്തിലുമല്ല, പാതാളത്തിലുമല്ല, അവിടെയും എത്താതെ ഇവിടെയും എത്താതെ രണ്ടും കെട്ട പരുവായി പോകും. ഈ വചനം വ്യക്തമാറ്റി കേള്. ആത്മാവിൽ ജാഗരിക്കേ, ആത്മാവിൽ പ്രാർത്ഥിക്കേ. ആമേ 8 എസ്തറിന്റെ 8 വാര്. എന്നാൽ ആമേ മൊർദെഖായി അകത്തോട്ട് പ്രവേശനം കിട്ടി എന്തെന്ന് ചോദിര്, ദൈവത്തോട് ചോദിക്കേ. കാരണമുണ്ട്. ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചത് കൊണ്ടാ.
മറ്റൊരു വ്യക്തിയെ കുമ്പിട്ട് തൊഴാൻ മനസ്സില്ലാത്തത് കൊണ്ടാ. ആമേ, രാജാവ് അംഗീകരിച്ചു, രാജപദവിയും കൊടുത്തു, സകലത്തിന് മേൽ പദവി വെച്ച വ്യക്തിയെ എനിക്ക് എല്ലാവരും തൊഴുതു, പക്ഷെ എനിക്ക് മാത്രം തൊഴാൻ മനസ്സില്ല. അങ്ങനെ ബൈബിളിലോട്ട് പോകുമ്പോ ചന്ദ്രക്ക് മേശ അഭയന്ത്രകം ഉണ്ടായിരുന്നു. അവർ ബിംബം ഉണ്ടാക്കി വെച്ചു. ആരെ ബിംബം ഉണ്ടാക്കി വെച്ചു? നെബൂഖദ്നേസർ രാജാവിന് ബിംബം ഉണ്ടാക്കി വെച്ചു. ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് തൊഴാൻ പറഞ്ഞു. എൻ്റെ അടുത്തൊരു പ്രസംഗമാണ്. എനിക്ക് ഒരു പ്രസംഗത്തിന് മറ്റൊരു പ്രസംഗത്തിന് താല്പര്യമില്ല. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പറയാം. ആമേ, ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും തൊഴുതു. പക്ഷെ ചന്ദ്രക്ക് മേശ അഭയന്ത്രകം തൊഴുതില്ല. അപ്പോൾ ഇത് തീക്കകത്തിട്ടു. തീക്കകത്ത് ഇറങ്ങി വന്ന് രക്ഷിച്ച ദൈവം. എൻ്റെ പ്രസംഗം വിഷയം അല്ല, എൻ്റെ പ്രസംഗ വിഷയം അല്ല. എന്നാലും പറയുകയാണ്, ബിംബത്തിൽ തൊഴുതുകൊണ്ടും തൊഴാത്തതുകൊണ്ടും തീ 16 മടങ്ങ് കൂട്ടി, എരിട്ട് കൂട്ടിയിട്ട് ചന്ദ്രക്ക് മേശ അഭയന്ദ്ര ഹോമനെ തീക്കകത്തിട്ടു. തീക്കകത്തിട്ടപ്പോ കൊണ്ടുപോയി അവരെല്ലാം വെന്ത്, ബലവാന്മാരെല്ലാം വെന്ത് ചാരമായി ചാമ്പലായി. പക്ഷേ എറിഞ്ഞവർ ചാരമായപ്പോ ഇറങ്ങി വീണ്ട സ്വർഗത്തിന്റെ മടി ചാരമായില്ല. 4ാമനായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി. 4ാമനായിട്ട് ആരിറങ്ങി? തീക്കകത്ത് ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പവർ നോക്കിക്കോളണം. നിന്റെ പ്രശ്നം തീയായിരിക്കാം, നിന്റെ പ്രശ്നം ചൂളയായിരിക്കാം, കത്തുന്ന വിഷയമായിരിക്കാം. പക്ഷെ അതിനകത്ത് ഇറങ്ങി വരും എൻ്റെ ഒരേ ഒരു ദൈവത്തിനെ പറ്റൂ. അത് കർത്താവായ യേശുവിനെ പറ്റത്തുള്ളൂ. കാരണം എന്താ? അവന്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്കുള്ളവനാണ്. എൻ്റെ ദൈവ തീയാണ്. എൻ്റെ ദൈവ ചില കാര്യം നോക്കിയ ഭസ്മമാക്കി പോകും. ഭസ്മമാക്കാത്തതല്ല. എൻ്റെ ദൈവ ക്ഷമയോടെ ഇരിക്കുക. പലതിനും വേണ്ടെന്ന് വെച്ചുകൊണ്ടാ. ആ തീക്കകത്ത് തീക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റൂ. തീക്കകത്ത് ഇറങ്ങണമെങ്കിൽ തീയുള്ള ആളിനെ ഇറങ്ങാൻ പറ്റൂ. തീയില്ലാത്ത വ്യക്തിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ആ ദൈവത്തിന്റെ പവർ മനസ്സിലാക്കി നീ ആരാധിച്ചോളണം. ഇന്ന് മടങ്ങി വരണം. സകലതിനെ വിട്ട്, സകല വിഗ്രഹങ്ങളെയും വിട്ട്, സകലത്തെയും വിട്ട് നീ മടങ്ങി മാനസാന്തരപ്പെട്ട് ഏക ദൈവമായ കർത്താവായ യേശുവിൽ മാത്രം വിശ്വസിക്കേ. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രമാണി പുറത്തു വന്നതുപോലെ പൗലോസിന്റെ ശീലാജോ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒറ്റ രാത്രി കൊണ്ട് വിടുതൽ പ്രാപിച്ചു. പുറത്തു വന്ന സമയത്ത് കുടുംബം മാനസാന്തരപ്പെട്ടു വന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ആമേൻ. മടങ്ങി വാ, മാനസാന്തരത്തിലൂടെ മടങ്ങി വാ. നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എത്ര കഷ്ടത വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും യേശുവിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾ ഉയരുവാനിട വരും. ഒരിക്കലും പരാജയത്തിൽ പോകത്തില്ല ബ്രദറെ. നീ യേശുവിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ബ്രദറിനോട്, സഹോദരിമാരോട് പറയുക, നിന്റെ ജീവിതം നശിച്ചു പോകത്തില്ല. ഇപ്പോ ഇത്തിരി കഷ്ടതയാണ്, ഇപ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പ്രയാസവും ബുദ്ധിമുട്ടും കണ്ണുനീര് തന്നെയാണ്. ഇതൊക്കെ മാറുന്നൊരു ദിവസം വരും. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നൊരു ദിവസമുണ്ട്. ഇതിനൊരു അറുതി വരുന്നൊരു ദിവസമുണ്ട്. നിന്റെ ജീവിതത്തിന് മാറ്റം വരുന്ന ദിവസമുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ദൈവമക്കൾ, നമ്മുടെ വിഷയത്തിന് വൈകിയായിരിക്കും വരുന്നത്. ചിലപ്പോൾ താമസിക്കും, കുഴപ്പമില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ദൈവസന്നിധിയിൽ നല്ല മകളായിട്ടൊന്നിരിക്കാം, നല്ല മോനായിട്ടൊന്നിരിക്കാം. മോർത്തയ്ക്കായി നല്ല മോനായിട്ട് രാജാവിന്റെ വാതക്കൽ കാവൽക്കാർ കൊട്ടാരത്തിരുന്നത് കൊണ്ടാ. രാജകൊട്ടാരത്തിന് അകത്തല്ല, പുറത്തൊരു കാവൽക്കാരനായിട്ട് ആമെ പുറത്തിരുന്ന് ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നുകൊണ്ടാ ആമെ ചില പ്രവേശനങ്ങൾ കിട്ടിയത്. നിനക്ക് ദൈവത്തിന്റെ സ്ഥലം പുറത്ത് നിൽക്കാൻ പറ്റുമോ? സുവിശേഷം പറയാൻ പറ്റുമോ? ദൈവത്തിനോട് വാദിക്കാൻ പറ്റുമോ? ദൈവത്തിനോട് പ്രവർത്തിക്കാൻ പറ്റുമോ? ദൈവത്തിന് ഉപവസിക്കാൻ പറ്റുമോ? നിന്റെ വിഷയത്തിന് മറുപടി വരും. നിന്റെ വിഷയത്തിന് മറുപടി വരും. ഇന്നലെ വരെയും പുറത്ത് അല്ലേ, വെയിലും കൊണ്ട് മഞ്ഞും കൊണ്ട് ആമേ അസാധ്യമായ വേദനകളും പ്രയാസത്തിന് നടുവിൽ ഇന്ന് ജീവിതങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ വേദന നടുവിലേക്ക് പുറത്ത് കിടക്കുന്നതോട് പറയാ, ദൈവം നിങ്ങൾ അകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടതയ്ക്ക് ഒരു വിടുതൽ വരുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനൊരു വിടുതലുണ്ട്. നിങ്ങളുടെ പ്രയാസത്തിന് വിടുതലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആമേ നിന്നെ കൊല്ലാൻ വെച്ചിരിക്കുന്നവരുമേ ചില മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ദൈവ പൈതലേ, നിനക്ക് എതിരായിട്ട് വെക്കുന്ന ചില മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്.
ഓ ചില മരണങ്ങൾ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചില മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ചില മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ഓ ചില കഷ്ടത നിമിത്തം മരിക്കാം, ചില ബുദ്ധിമുട്ട് പ്രയാസം മുഖാന്തരം മരിക്കാം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ചില വഴിത്തിരിവുകൾ മാറുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്ന് ചില മരണങ്ങൾ ദൈവം നീക്കിവിടുന്നുണ്ട്. ചില മരണങ്ങളെ തള്ളിക്കളയുന്നുണ്ട്. ചില മരണങ്ങളെ തള്ളി നീക്കിവിടുന്നുണ്ട്. നിന്റെ ജീവിതത്തിലെ മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ആമേ, കരമടിച്ചത് കേൾക്കുമ്പോൾ മഹത്വം കൊണ്ട് ശക്തിയോടെ പറ, അത് എൻ്റെ ജീവിതത്തിൽ വരുന്നതപ്പാ, അത് മാറിപ്പോട്ടെ, മാറിപ്പോട്ടെ, മാറിപ്പോട്ടെ. ചില കടഭാരങ്ങൾ മുഖാന്തരം, ചില കടങ്ങൾ മുഖാന്തരം, ചില രോഗങ്ങൾ ചില രോഗങ്ങൾ മുഖാന്തരം മരിച്ചു കളയാന്ന് പറയുന്നുണ്ട് മേൽ ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ ചിലർ പറയും നിസ്സാരമായിട്ട് വിളിച്ചല്ല, ആത്മാവിൽ നിന്ന് പറയുക. നിങ്ങളിത് വിശ്വാസത്തോടെ ഏറ്റെടു, നിസ്സാരമായിട്ട് കാണരുത്. ഈ വചനം കേൾക്കുന്നത് നിസ്സാരമായിട്ട് കേൾക്കരുത്. ഒരു കൂട്ടർ നിസ്സാരമായിട്ട് കേൾക്കും, ഒരു കൂട്ടർ അതിനെ കാര്യമായിട്ട് എടുക്കും. കള്ള ക്രൂശിൽ വെച്ച് ഒരു കള്ളൻ സ്വീകരിച്ചു, ഒരു കള്ളൻ സ്വീകരിച്ചില്ല. ചിലർക്ക് നിസ്സാരമാണ്. ഇല്ല, ഇത് എൻ്റെ ഒരു വിഷയമാണെന്ന് ആത്മാവിൽ കൊള്ള ചിലവരിനകത്തുണ്ട്. ഈ ചാനലിലൂടെ കേൾക്കുന്നവരുണ്ട്, ഇത് എൻ്റെ വിഷയമാണെന്ന് പ്രസംഗിക്കുന്നത്. ചില മരണത്തെക്കുറിച്ച്, ഇനി എൻ്റെ ജീവിതം എത്ര മുന്നോട്ട് പോകും, അല്ലേ, എത്ര കാലം മുന്നോട്ട് പോകും? ഞാൻ ജീവിതകാലം മുഴുവനും ഈ രാജകൊട്ടാരത്തിൻ്റെ പുറത്തുനിന്ന് കാവൽക്കാരനായിരുന്ന് എൻ്റെ കുലത്തിൽ വരുന്ന നാശം കണ്ട് ഞാൻ എൻ്റെ ജീവിതം തീർന്നു പോകുമോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നീ മനസ്സിൽ വിചാരിക്കാത്ത ചില കാര്യം കൂടെ ശത്രു നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിന്നെ അവിടെ മാത്രം ഒതുക്കാനല്ല, നിന്നെ കൊല്ലാൻ വരെ പദ്ധതി ഇടുന്നുണ്ട്. നിന്നെ കൊല്ലാൻ വേണ്ടി ശത്രു കെണി ഒരുക്കുന്നുണ്ട്. ഇത് ഇന്നലെ അതിൻ്റെ മേൽ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. ചില മരണങ്ങൾ ഇന്ന് നിനക്ക് വേണ്ടി മാറിപ്പോകുന്നൊരു പകൽക്കാലമാണ്. ചില മരണങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നൊരു പകൽക്കാലമാണ്. ആത്മാവിന് പറയുക, ചില മരണങ്ങൾ നിനക്ക് വേണ്ടി ശത്രു ഒരുക്കി വെച്ച ചില കെണികൾ, ചില കഴുകുമരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോകുന്നുണ്ട്. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് എടുത്തു മാറ്റുന്നുണ്ട്. നീ അറിയാതെ നിന്നെ കൊല്ലാൻ വേണ്ടി ശത്രു കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അറിയാതെ ശത്രു നിനക്ക് വേണ്ടി 50 മുഴ കഴുമരം ഒരുക്കി വെച്ചപ്പോൾ അത് നീ അറിയാതെയാ. ഇത് മറ്റുള്ള സുഹൃത്തുക്കളെ അറിഞ്ഞാലും മോർത്തയ്ക്ക് അറിഞ്ഞില്ല. പക്ഷെ അറിയേണ്ട വ്യക്തി അറിഞ്ഞപ്പോ, പക്ഷെ മോർത്തയ്ക്ക് അറിയാതെ തന്നെ ഈ കാര്യം മോർത്തയ്ക്ക് അറിഞ്ഞില്ല. ഈ കാര്യം വിവരം, ഈ രഹസ്യത്തിൽ ഉണ്ടാക്കി വെച്ച കാര്യം മോർത്തയ്ക്കായി അറിഞ്ഞില്ല. പക്ഷെ നിനക്ക് അറിയാതെ വെച്ച കാര്യം അറിയാതെ തന്നെ ദൈവം എടുത്തു മാറ്റുകയാണ്. അതാ വിടുതൽ സംഭവിക്കുന്നത്. നിനക്കറിയാതെ വന്നൊരു വിഷയം അറിയാതെ തന്നെ ദൈവം ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില വിടുതൽ സംഭവിക്കട്ടെ. ഈ ജനം വിടുതലാവട്ടെ. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരനോട് പറയുക, കരയുന്ന സഹോദരിയോട് പറയുക, കരയുന്ന പ്രിയപ്പെട്ട പറയാ, നിന്റെ ജീവിതത്തിലെ മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്, നീങ്ങിപ്പോകുന്നുണ്ട്. നീ അറിയാതെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ശത്രുവിന്റെ പദ്ധതികളെ ദൈവം പൊളിക്കുന്നുണ്ട്. ഈ ദൈവം എത്ര നല്ലവൻ, ഈ ദൈവം എത്ര നല്ലവൻ. എന്റെ കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്ന വിധം കണ്ടോ?
ദൈവമക്കളെ, നിങ്ങളെ രക്ഷിക്കുന്ന വിധം കണ്ടോ? നീ അറിയാതെ നിനക്ക് വന്ന കഷ്ടതയെ അതറിയാതെ ദൈവം നുള്ളിയെടുത്ത് മാറ്റുന്നു, വേരോടെ പിഴുതെറിയുന്നു. നിനക്ക് ഒരുക്കി വെച്ച പ്രശ്നത്തെ, നിനക്ക് ഒരുക്കി വെച്ച കെണിയെ വേരോടെ 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 ദൈവം തൂക്കിയെറിയുന്നു. ഞാൻ ഇത് പറയുമ്പോ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അറിയാത്ത ചില രോഗങ്ങളുണ്ട്. ഞാൻ ആത്മാവിൽ പറയാ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ ചില രോഗങ്ങളുണ്ട്. വലിയ രോഗമാണ്, ചെറുതല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ അറിയാതെ ദൈവം വേരോടെ പിഴുതെറിയുന്നുണ്ട്, വേരോടെ പിഴുതെറിയുന്നുണ്ട്. നിങ്ങൾ അറിയാതെ ആ വലിയ രോഗങ്ങളെ വേരോടെ എന്റെ ദൈവം പിഴുതെറിയുന്നുണ്ട്. ഓ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഓ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിന്റെ രോഗങ്ങളെ നീ അറിയാതെ വേരോടെ വേരോടെ ഈ രോഗം, ശ്രദ്ധിക്കേ, കൈയടിക്കാൻ വരട്ടെ, കൈയടിക്കാൻ വരട്ടെ. ഈ രോഗം നിന്നോട് പറഞ്ഞില്ല. നീ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ട്, പക്ഷെ ഇന്ന രോഗമാണെന്ന് നിന്നോട് പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ദൈവം അത് കേൾപ്പിക്കാത്തെന്നറിയാമോ? നിനക്ക് താങ്ങത്തില്ല, നിനക്ക് താങ്ങൂല. പലതും പറയാത്ത താങ്ങാത്തത് കൊണ്ടാ ബ്രദറെ, നിന്നോട് പറയാ താങ്ങാത്തത് കൊണ്ടാ. അത് നീ കേട്ട ആ സ്പോട്ടിൽ ചാകും. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തത് അറ്റാക്ക് വരാത്തത് കൊണ്ടാ. ചില രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ ചില ഉള്ളവരോട് ഞാൻ പറയുക, എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയാത്തത് നിനക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ. അതുകൊണ്ടാ നീ അറിയാതെ എൻ്റെ ദൈവം അതിനെ വേരോടെ പിഴുതെടുക്കുന്നത്. ചില രോഗത്തിന്റെ കെട്ടുകളെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെയാ. ദൈവം പറയൂല. ദൈവമക്കളെ, നിന്നോട് പറയത്തില്ല, നിന്നോട് പറയത്തില്ല. പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, എൻ്റെ മക്കൾ നഷ്ടപ്പെടില്ല. ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ പറയാ തന്നെ ചില വിടുതലുകൾ, നീ അറിയാ ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുമ്പോ തന്നെ ചില രോഗ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ആത്മാൽ പറഞ്ഞ ചില മുഴകളെ കരിക്കുന്നുണ്ട്, ചില മുഴകൾ കരിയുന്നുണ്ട്. ഓ ചില മുഴകൾ 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 ചില ശരീരത്തിന്റെ മുഴകൾ ദൈവം കരിക്കുന്നുണ്ട്. യേശുവിന്റെ രക്തത്താൽ നീ അറിയാ ചില രോഗബന്ധനങ്ങൾ, ചില രോഗത്തെ ദൈവം കരിച്ചു കളയുകയാണ്. നിന്റെ ശരീരത്തെ അലട്ടുന്ന, നിന്റെ മനസ്സിനെ അലട്ടുന്ന ചില രോഗബന്ധനങ്ങൾ അങ്ങനെ അലട്ടുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഇത് കേൾക്കുന്ന ഒരുപാടുണ്ട്. ഇന്ന രോഗമാണെന്നും പറഞ്ഞ് ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേർ, ഒന്നല്ല ഇന്ന രോഗമാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പുറത്ത് പറയാനും വയ്യ എന്ന് പറയുന്നവരോട് പറയാ, നിന്റെ വിഷയത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഇന്ന് നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. കരമടിച്ച് ആർത്തിയോടെ പിടിച്ചത് ആ സൗഖ്യത്തെ കരസ്ഥമാക്ക്. ഓ സൗഖ്യമാകട്ടെ, നിന്റെ പ്രശ്നത്തിന്റെ മേൽ വിടുതലാവട്ടെ. വീട് മാത്രമല്ല, ചില സൗഖ്യവും ദൈവം തരുന്നുണ്ട്. ചില വീട് മാത്രമല്ല, നിന്റെ കഷ്ടത മാത്രമല്ല മാറുന്നത്, അതിനകത്തൊരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആമേ. ഒരു ആപത്തുകൾ മാറുമ്പോ, കഷ്ടത മാറുമ്പോ, പ്രതികൂലങ്ങൾ മാറുമ്പോ ദൈവ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഉൾക്കൊള്ളണം. നമ്മൾ അറിയാതെ വിടുതലുകൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ആത്മമണ്ഡലത്തിൽ, നമ്മൾ ആത്മമണ്ഡലത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവ പൈതലേ, നീ ഇവിടെ ആരാധിക്കുമ്പോൾ, നീ ഇവിടെ ദൈവത്തെ വിളിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ എവിടെ സംഭവിക്കുന്നുണ്ട്? ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ വലിയ വിടുതൽ സംഭവിക്കുന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ മോർദെഖായി തന്നോടുള്ള ചർച്ച ഇന്നെന്ന് അറിഞ്ഞ് എസ്തർ അറിയിച്ചത് കൊണ്ട്, മോർദെഖായി ഇന്ന ആളെന്ന് പറഞ്ഞു, ഇന്നെന്ന് എസ്തർ അറിയിച്ചത് കൊണ്ട് അവർ രാജസന്നിധിയിൽ പ്രവേശനം പ്രാപിച്ചു. രാജസന്നിധിയിൽ രാജാവിന്റെ അടുത്ത് പ്രവേശനം വരണമെങ്കിൽ അതാ നീ അറിയാ നിന്നെ പ്രവേശിപ്പിക്കുന്ന ദൈവം.
ആമേ, നീ അറിയാതെ നിന്നെ രാജ കൊട്ടാരത്തിലേക്ക് ഒരു പ്രവേശനം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു പ്രവേശനത്തിന് വേണ്ടി, ഒരു അനുഗ്രഹത്തിലേക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേ, ഹല്ലേലൂയ. എന്നാൽ 2:8 രാജാവ് ഹാമാന്റെ പക്കൽ നിന്നും, 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പ്രവേശനം പ്രാപിച്ചിട്ട് രാജാവ് ഹാമാന്റെ പക്കൽ നിന്നും എടുത്ത തൻ്റെ മോതിരം ഊരി മോർദെഖായി കിട്ടുകൊടുത്തു. ഇപ്പൊ ആരെ കയ്യിൽ? തൂക്കുമരത്തിൽ കൊന്നു, കഴുകർമ്മത്തിൽ ആമെ തൂക്കിയ ഹാമാന്റെ കയ്യിൽ നിന്നും എന്തെടുത്തു? മോതിരം, അല്ലേ? രാജമോതിരം ഊരി ആരെ കൈ കിട്ടുകൊടുത്തു? മോർദെഖായി കൊടുത്തു. എസ്തർ മോർദെഖായി ഹാമാന്റെ വീട്ടിലെ മേൽവിചാരനായി വെച്ചു. അധികാരത്തിലേക്ക് ചില അനുഗ്രഹങ്ങൾ വരുമ്പോൾ, അതാണ് ചില നന്മകൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നഷ്ടപ്പെടാൻ സൂക്ഷിക്കണം. ഇതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത്. മറ്റേത് പോയത്, അധികാരത്തിന്റെ മോതിരം ഹാമാന്റെ കയ്യിൽ കയറിയപ്പോൾ ഇതിനകത്തൂടെ എന്ത് കയറി? ഒരു നിഗളനം കയറി, ഒരു അഹങ്കാരം കയറി. മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള അഹങ്കാരം വന്നു. എവിടെ അഹങ്കാരം കയറുമോ, എവിടെ നിഗളനം കയറുമോ ദൈവം താഴ്ത്തും. എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവമേ എന്ന് പറഞ്ഞിരിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, അപ്പാ ഞാൻ ഒരിക്കലും നിഗളിക്കാതെ വരുത്തരുത്. മറ്റുള്ളവർ അനുഗ്രഹം കിട്ടുമ്പോൾ കൊട്ടിഘോഷിച്ച് നടക്കാനല്ല, അതിനെ പ്രയോജനപ്പെടുത്തണം. അനുഗ്രഹം 10 നന്മ കിട്ടുമ്പോൾ 10 മുമ്പിൽ ഘോഷയാത്ര നടത്താനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. വല്ല അനുഗ്രഹമൊക്കെ ഉള്ളപ്പോൾ വിളിച്ച് പറ, നമുക്ക് ഒരുമിച്ച് വലിയ ക്രൂസൈഡോ കൺവെൻഷനൊക്കെ ചെയ്യാം. അല്ല 10 വരെ കൊണ്ടുവന്ന് 10 വരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനല്ല. അനുഗ്രഹം പോരുത്. നന്മകളും അനുഗ്രഹങ്ങളും വരുമ്പോൾ ആമേ രാജാവിന്റെ മോതിരം, രാജമോതിരം ആമേ കയ്യിൽ കയറുമ്പോൾ, ഇത് അധികാരത്തിന്റെ മോതിരം കയറുമ്പോൾ അതിനകത്തൂടെ കയറുന്ന സാധനമാണ് പിശാചി. എവിടെയും അനുഗ്രഹത്തിന്റെ അകത്തൂടെ കയറുന്ന അഹങ്കാരം. 10 പണം വരുമ്പോൾ അഹങ്കാരം വരും, അത് വേണ്ട. നല്ല സാരി ഉടുക്കും അഹങ്കാരം വരും, വേണ്ട. നല്ല കോട്ട് സൂട്ടിടും അഹങ്കാരം വരും, വേണ്ട. ഹല്ലേലൂയ. നല്ല വീട് വരും, അഹങ്കാരം വേണ്ട. നല്ല വാഹനം കിട്ടും, അഹങ്കാരം വേണ്ട. നല്ല കുടുംബം കിട്ടും, അഹങ്കാരം വേണ്ട. നല്ല കുഞ്ഞുങ്ങളെ കിട്ടും, അഹങ്കാരം വേണ്ട. ഒന്നിനും അഹങ്കാരം വരാതെ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുപറ, എൻ്റെ ഒരിക്കലും അപ്പച്ച ഞാൻ നിഗളിച്ച് പോകരുത്. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് വീണുപോയ ഒരു വ്യക്തിയെ കുറിച്ച് മറക്കരുത്. അത് നിന്റെ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഹാമാൻ. അഹങ്കാരം വന്ന് കഴുമരത്തിൽ തൂക്കിക്കൊന്ന ഹാമാനെ എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. നീ അഹങ്കരിച്ചാൽ തൂക്കുമരം ഉറപ്പാണ്. അഹങ്കരിച്ചാൽ, അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും അഹങ്കരിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇവന് കഴുകുമരം 50 മുഴം ഉറപ്പാണ്. അതുകൊണ്ട് അഹങ്കരിക്കുക. അനുഗ്രഹം അഹങ്കരിക്കാനല്ല, അലങ്കരിക്കാനല്ല, അത് അഭിമാനം കൊള്ളാനാണ്. ദൈവനാമത്താൽ നന്മകൾ നന്മയായിട്ട് കാണുക. നിങ്ങളുടെ അനുഗ്രഹത്തെ ദൈവം എന്തെങ്കിലും കൃപകൾ തരികയാണ്, കൃപാവരങ്ങൾ തരികയാണ്, അഹങ്കരിക്കരുത്. ഇപ്പൊ ദൈവദാസന്മാരെ ഞാൻ പറയുകയാണ്, എനിക്ക് ദൈവം അനുഗ്രഹം തന്നു, കൃപ തരുന്നു, അഹങ്കരിക്കാൻ പാടില്ല. അത് താഴ്മയോട് കൊണ്ടുപോകണം. ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുത്തണം. ഒരു വ്യക്തിയോട് ചോദിക്കുക, എന്നെ വിളിച്ചൊരു കൊല്ലത്തുനിന്നൊരു വ്യക്തി വിളിച്ച് പറയണം, പാസ്റ്ററേ എന്താ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണം. ശരി, എത്ര രൂപയാവും പാസ്റ്ററേ? പാസ്റ്ററേ എത്ര രൂപയാവും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പൈസ പറഞ്ഞു പോണ പാസ്റ്റർ അല്ല, എൻ്റെ കൂലി കിട്ടുന്ന സ്വർഗമാണ്. ഞാൻ കൂലി പറഞ്ഞു പോണ പാസ്റ്റർ അല്ല. ദൂരെ നിന്നൊക്കെ വിളിക്കും, കൂലി പറയുന്നവരോട് ഇല്ല, എൻ്റെ അനുഗ്രഹം കണക്കിടാൻ പറ്റും. എനിക്ക് തരുന്ന അനുഗ്രഹം സ്വർഗത്തിലെ ദൈവമാണ്. എൻ്റെ അനുഗ്രഹത്തിന്റെ നന്മയും കൂലിയും കണക്കിടുന്ന സ്വർഗമാണ്. അവർ പ്രാർത്ഥിക്കനുസരിച്ച് അവർക്കൊരു വിടുതൽ കിട്ടുക. ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഞാൻ വരും. നിങ്ങൾക്കൊരു നിവർത്തിയില്ല, ഒരു ചിലപ്പോൾ വെള്ളം പോലും വേണ്ട, അങ്ങനെ പോകുന്നൊരു വ്യക്തിയാ. അല്ല, നമുക്ക് അനുഗ്രഹം ഉള്ളപ്പോൾ അതനുസരിച്ച്. എന്നാൽ എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വീണ് കിടക്കുന്നവനെ
തളർന്ന് കിടക്കുന്നവനെ ആമേ ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണക്ക് പറഞ്ഞു പോവാനല്ല എൻ്റെ വിളി. കാര്യം എന്താണ്? എൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം ആമേ അത്രത്തോളം അനുഗ്രഹങ്ങൾ നന്മയിലേക്ക് ഉയർത്തുന്ന സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ രാജമോതിര കയ്യിൽ കയറിയ മോർദെഖായിയുടെ ഊരി, മോർദെഖായിയുടെ ഊരാള കാര്യം ഹാമാന്റെ കയ്യിൽ നിന്ന് ഊരണമെങ്കിൽ ഹാമാന്റെ കയ്യിരിപ്പ് നല്ലതായതുകൊണ്ട്, ഹാമാന്റെ കയ്യിൽ നിന്നും അധികാരം നഷ്ടപ്പെട്ടത് ഹാമാന്റെ മനസ്സിരുന്ന് നല്ലതാണോ? നല്ല മനസ്സായിരുന്നോ? ദുഷ്ട മനസ്സായിരുന്നു. അനുഗ്രഹം വന്നപ്പോ മനസ്സ് ദുഷ്ടത്തരം ചിന്തിച്ചു, മറ്റുള്ളവരെ തകർക്കാൻ നോക്കി, മറ്റുള്ളവരെ കൊന്നുമുടിക്കാൻ നോക്കി. അത് ദൈവം വിട്ടില്ല. ദൈവം തരുന്ന പദവിക്കനുസരിച്ച്, കൃപയ്ക്കനുസരിച്ച് താഴ്മയോടെ ആയിരിക്കണം ഞാനും നീയും. ഹല്ലേലൂയ. ദൈവമക്കൾ മാത്രമല്ല, ദൈവദാസൻ ഞാൻ ഉൾപ്പെടെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അങ്ങനെയാ. ഹല്ലേലൂയ. എപ്പോഴും താഴ്ന്നിരിക്കണം. എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, ഈ ദേശത്ത് പറഞ്ഞു, നീ കൂടുതൽ നിഗളിക്കല്ലേ. ഇതൂടെ ഞാൻ പറഞ്ഞിട്ടേ പോണുള്ളൂ. ഈ ദേശത്ത് വെച്ച് എന്നോട് പറഞ്ഞു, നീ കൂടുതൽ നിഗളിക്കില്ലെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ചീത്തയും വിളിച്ചു. അപ്പോഴാണ് ഞാൻ അറിയണത് നിഗളന സാധനം ഉണ്ടോ എന്ന്. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴേ ഈ രീതിയിലൊക്കെ നിൽക്കും. വേറെ പോകുമ്പോൾ വേറെ ലെവലിലാണ് ഞാൻ പോകുന്നത്, അല്ലേ? അത് വേറെ. അപ്പോൾ ഈ വ്യക്തിനെ വിളിച്ച് നിർത്തിയിട്ട് ഒരു ചീത്തയും വിളിച്ചു. നിഗളിക്കല്ലേ, നീ വലുതായിട്ടൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ വാക്കുകൾ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വർക്ക് സംബന്ധിച്ച് ആ പണിയോട് ഏർപ്പെട്ടപ്പോഴാ ഈ വ്യക്തി പറയുന്നത്, ആലയത്തിൻ്റെ വർക്കിനോട് പറഞ്ഞപ്പോഴാണ് പറയുന്നത് നിഗളിക്കല്ലേ. ആ നിഗളനം പറഞ്ഞു. രണ്ടാഴ്ചയായി പറഞ്ഞു. 2 ആഴ്ചയായി എല്ലാവരുടെ കുളിപ്പിച്ച് തറയിൽ കിടത്തി പറഞ്ഞ വ്യക്തിയെ. ഇപ്പം ഇതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞ വ്യക്തിയെ കുളിപ്പിച്ച് തറയിൽ കിടത്തി ഞാൻ പോയി കണ്ടു. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വർക്ക് അതിനോടിറങ്ങിയപ്പോഴവർ നീ അഹങ്കരിക്കല്, നിഗളിക്കരുത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കോ എൻ്റെ മക്കൾക്കോ തലമുറയ്ക്ക് അത് ഉണ്ടാവരുത്. ദൈവം തരുന്ന അനുഗ്രഹത്തെ താഴ്മയോടെ എന്നെ പോകണം. നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം അവിടെ വിട്ടിട്ടേ പോകത്തുള്ളൂ, അല്ലേ? എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം വിട്ട് അമ്മേരെ വയറ്റിന്ന് എങ്ങനെ വന്നോ അതുപോലെ തന്നെ പോകേണ്ടി വരും. അമ്മേരെ വയറ്റിന്ന് എങ്ങനെ നീ ഇറങ്ങി വന്നോ അതുപോലെ എല്ലാം വിട്ട് രാജ പദവിയും സകലതും ഇവിടെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നൊരു ദിവസം വരും. നമ്മളെ ദൈവം ജീവിപ്പിക്കുക. ഓരോ ദിവസം കൊണ്ടുപോകുന്നതിനെ ഓർത്ത് സ്തോത്രം പറ. മറ്റുള്ള മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കാതെ, പട്ടിണിയില്ലാതെ, അല്ലേ, പട്ടിണിയില്ലാതെ മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാതെ, നമ്മളെ ഓരോ ദിവസവും ആശുപത്രിയിൽ നിന്ന് കയറാതെ, മറ്റിടത്ത് തകർന്നു പോകാതെ, ദൈവമക്കളെ നമ്മുടെ സമ്പത്തെന്ന് പറയണത് നമ്മുടെ ആരോഗ്യമാണ്, പണമല്ല. അത് പിന്നെ വരും. അതൊക്കെ നന്മയും കരുണയും ഒക്കെയും ആയുഷ്കാലം പിന്തുടരും. നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമാണ് കുഞ്ഞേ. ഇതിപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവൂല. നിങ്ങൾ തർക്കിക്കും. ഞങ്ങൾ പറയും നിങ്ങൾ പാസ്റ്ററിന് മയക്കി കൂടെ ഒന്നും വിളിച്ച് പറയില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ മെഡിക്കൽ കോളേജിൽ 1-ാം വാർഡും 2-ാം വാർഡും മുതൽ കയറി നോക്ക്. ആ ചിത്രയിലും RCCയിൽ കയറി നോക്ക്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ 60-80 വയസ്സായവർ വരെ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും രോഗങ്ങളും അത് കാണുമ്പോൾ ചങ്ക് പിടയും. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന സമ്പത്ത് ഓർത്ത ആമേ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായിട്ട് കാണ്. ദൈവം തരം നന്മയായിട്ട് കാണ്. ഒരു വ്യക്തിയെ അംഗീകരിച്ചു, നന്മ കൊടുത്ത് രാജമോതിരം ഊരി ഹാമാന്റെ കയ്യിലിട്ടപ്പോ ഹാമാന്റെ തിളപ്പ്, അല്ലേ, അധിക തിളപ്പ്. ചില പറയും അധിക തിളപ്പ്. ആ തിളപ്പാണ് ഇന്ന് കഴുകുമരത്തിൽ കയറി തൂങ്ങേണ്ട അവസ്ഥ വന്നു. നിന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെടും. അധിക തിളച്ചാൽ
ദൈവം അതെടുത്ത് മറ്റൊരു വ്യക്തിക്ക് താഴ്മയുള്ളവന് കൊടുക്കും. താഴ്ന്നു നിൽക്കുന്ന അടുത്ത് മാത്രമേ വെള്ളം നിൽക്കത്തുള്ളൂ. ഉയർന്ന തലത്തിൽ വെള്ളം വരുന്നുണ്ടെങ്കിലും, ഉയരത്തിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിലും, വെള്ളം നിൽക്കുന്നത് താഴ്ന്ന സ്ഥലത്താ. വെള്ളം വരുന്നത് എവിടെന്നാ? ഉയരങ്ങളില്ല, പർവ്വതത്തിൽ നിന്നാ. വെള്ളം ഉയരത്തിൽ നിന്ന് വരുന്നു, വെള്ളം നിൽക്കുന്ന എവിടെയാ? താഴ്ന്ന സ്ഥലത്താ. താഴ്മയുള്ളവന് മാത്രമേ എടുക്കാൻ പറ്റൂ. എവിടെ താഴ്ന്നിരിക്കുമോ, എവിടെ താഴ്ന്നിരിക്കുമോ, എവിടെ താഴുമോ അവനെ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. മറ്റുള്ളവർ താഴെ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് എളിമപ്പെടാൻ മനസ്സുണ്ടോ? അല്ല, ഞാൻ ആരാണ്, ഞാൻ ആരാ മോളാണെന്നും ഒന്നും വേണ്ട. എവിടെ നമ്മൾ താഴ്വാൻ പറ്റുമോ? മനുഷ്യന്റെ മുമ്പിൽ താഴ്ന്നാൾ, ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ന്നാൾ നിനക്ക് മറ്റുള്ളവർ താഴേണ്ടി വരത്തില്ല. ബഹുമാനിക്കണം. ഈ ലോകത്തെയും ഗവൺമെന്റ് എല്ലാവരെയും ബഹുമാനിക്കണം. ബഹുമാനം കൊടുക്കേണ്ടത് ബഹുമാനം കൊടുത്ത് തന്നെ പോകണം. അനുസരിക്കേണ്ടത് അനുസരിച്ച് തന്നെ പോകണം. അല്ല, ഒറ്റയാനെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ, അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ് ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാലപ്പടക്കം എവിടെ കൂടെ പൊട്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഒറ്റയാനയാണ്, ചക്കക്കൊമ്പനാണ്, അരിക്കൊമ്പനാണ്, പല കൊമ്പന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മൈക്ക് വരുന്ന വേണ്ടി എവിടെ കൂടെ കയറണമെന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കൃപ അനുസരിച്ച് ബലത്തോടെ താഴ്മയോടെ ഈ ആരോഗ്യം ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒന്ന് കീഴ്പ്പെട്ട് ഇരിക്കുമെങ്കിൽ നിന്റെ കയ്യിൽ എന്ത് കയറും? രാജമോതിരം കയറാൻ പോകുകയാണ്. അനുഗ്രഹത്തിന്റെ രാജ പദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നതിനെ ഓർത്ത് സ്തോത്രം. ആമേ. അല്ല, നിന്റെ പുറത്തു നിന്നും രാജസനിൽ വരികയും അവിടെ വന്നിട്ട് അധികാരത്തിന്റെ മോതിരമെടുത്തു. രാജാവ് അധികാരത്തിന്റെ മോതിരമെടുത്തു. ഹാമാന്റെ പക്കലിരുന്ന മോതിരമെടുത്തു മോർദെഖായിക്ക് കൊടുത്തു. എന്നാൽ എസ്തർ മോർദെഖായി ഹാമാന്റെ വീട്ടിന്റെ മേൽവിചാരനായി അധികാരത്തിൽ വെച്ചു, മേൽവിചാരനായി വെച്ചു. ഇന്നലെ വരെ താഴ്ന്നിട്ടുണ്ടെങ്കിൽ ഒരു മേൽവിചാരനാക്കി ദൈവം മാറ്റുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ താഴ്ന്നത് കൊണ്ടാ, നീ ദൈവത്തിൽ ഉറച്ചുന്നത് കൊണ്ടാ ഒരു മേൽവിചാരനാക്കി ദൈവം മാറ്റുന്നുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പദവിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഉന്നത അധികാരത്തിൽ കൊണ്ടുവരുന്നുണ്ട്, ദൈവം മാനിക്കുന്നുണ്ട്. നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഉറച്ചു നിന്നുകൊണ്ട് എപ്പോഴും താഴ്മയും എളിമയും നിഷ്കളങ്കവും താഴ്മയോടെ ഒരു മാനസാന്തരത്തിലൂടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒന്ന് മടങ്ങി വരുമെങ്കിൽ നീ ദൈവത്തിന്റെ മകനായി ഇന്ന് നിന്നെ മോർദെഖായി നിന്നെ മാറ്റി അധികാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് നിന്നെ അധികാരത്തിലേക്ക് ഉന്നത പദവിയിലേക്ക് രാജകൊട്ടാരത്തിലേക്ക് ദൈവം കയറ്റുന്നുണ്ട്. നന്മകൾ മാനിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്, പദവികൾ വരുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കും, മാനിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ചില ജീവിതങ്ങൾ ചേഞ്ച് ആകുന്നുണ്ട്, ആത്മാവിനെ കാണുന്നുണ്ട്. ഈ വചനം പറയുമ്പോൾ തന്നെ ഈ കേൾക്കുന്നവരുടെ ജീവിതത്തില് ചില മാറ്റങ്ങൾ വീഴുന്നതായിട്ട് ആത്മാവിനെ ഞാൻ കാണുന്നതിനായി സ്തോത്രം ചെയ്യാണ്. അടഞ്ഞുപോയ ജീവിതങ്ങൾ, പരാജയപ്പെട്ടുപോയ ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങളെ ദൈവാത്മാ പറയുന്നു, ഞാൻ ആമേ താഴ്ത്ത നിലയിൽ നിന്നോ ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ മേൽവിചാരനാക്കി മാറ്റുന്നുണ്ട്. നീ ദൈവത്തിനോട് നിന്നാൽ, നീ ദൈവത്തിനോട് ചുവട് കൊടുത്താൽ, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. നിന്റെ ഉപവാസവും പ്രാർത്ഥനയും ആമേ ഉന്നതലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മറക്കരുത്, വരുന്ന ഉപവാസ പ്രാർത്ഥന നിന്റെ ജീവിതം മാറുന്നതാണ്. ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ മാറ്റം കുറിക്കുന്നതാണ്. ഉപവാസമാണ് സകലത്തിന്മേൽ മാറ്റിമറിക്കുന്നത്. ദൈവജനമേ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. ആമേൻ.